പ്രിയമുള്ളവരെ, മദ്യസക്തനാണ് ആൽക്കഹോളിക്സ് അനോണിമസ് അഥവാ എന്ന ഈ ഒരു ഫെലോഷിപ്പിന്റെ സാഹിത്യ അന്വേഷണം മദ്യപിച്ചിട്ടുള്ള എൻ്റെ പേര് ഉണ്ണി. എല്ലാവർക്കും ഹായ് 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 ഹായ്. എന്തായാലും വളരെ സന്തോഷവും സമാധാനമായിട്ട് ഹായ് ഹായ് എന്നും പറയാറുള്ള പോലെ തന്നെയാണ് ഏയുടെ ജീവിത രീതികളിലൂടെ ജീവിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാനും സന്തോഷവും സമാധാനമായിട്ട് മീറ്റിങ്ങിൽ ഇരിക്കാനും ഈ ഒരു സമയത്ത് തീർച്ചയായും സത്യസന്ധമായിട്ട് സന്തോഷമാണ് സമാധാനമാണ് എന്നൊക്കെ പറയാനുമായിട്ട് പറ്റുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ കള്ളം അല്ലെങ്കിൽ നുണ പറയുക എന്ന് പറയുന്നത് എപ്പോഴാണ് ആദ്യമായിട്ട് കള്ളം പറഞ്ഞിട്ടുണ്ടാവുക? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയില്ല എന്നാണ്. കാരണം ഇവിടെ പല ആളുകളും പറഞ്ഞ പോലെ തന്നെ കള്ളങ്ങളാൽ ജീവിച്ച ഒരാൾ, ആ കള്ളങ്ങൾ തന്നെ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരാൾ. അപ്പൊ അത് എൻ്റെ സ്വഭാവത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറുമ്പോൾ ഞാൻ തന്നെ ആയിട്ടത് മാറുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരിക്കലും എൻ്റെ പ്രവൃത്തികളെ എപ്പോഴും നീതീകരിക്കുന്ന ആളാണ് ഞാൻ. എനിക്കതുകൊണ്ട് തന്നെ കള്ളമാണെന്ന് അറിയാറില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുമ്പോൾ മദ്യത്തിന്റെ കാര്യത്തിലൊക്കെ കുറെ കാര്യങ്ങൾ എല്ലാവരും പറയുന്നു, പഴമക്കാരൊക്കെ പറഞ്ഞു, ഷെയറിംഗ് ഒക്കെ കേട്ടപ്പോൾ കള്ളത്തെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും കള്ളമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലായി. പക്ഷെ പൂർണ്ണമായിട്ടും ഇപ്പൊ കാണുന്ന അർത്ഥത്തിൽ ഞാൻ കള്ളം പറഞ്ഞു ആളുകളെ ചതിക്കുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ആദ്യം കുടിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നതാണ് ആദ്യകാലത്ത് സംബന്ധിച്ചത്. അതല്ലാതെ ഇപ്പൊ കണ്ടെത്തിയ കുറേ കാര്യങ്ങളുണ്ട്. പ്രോഗ്രാമിൽ വന്നിട്ടാണ് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റിയത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അവനവനെ പരിശോധിക്കുന്ന ആ പ്രോഗ്രാമിൽ വന്നിട്ടാണ് ഞാൻ ഈ രീതിയിൽ കള്ളം പറച്ചിലുകാരനാണ്. എളുപ്പമല്ല, അതായിരുന്നു വേറെ പോയിന്റ്. ഈ പറയുന്ന പോലെ എളുപ്പമല്ല, അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അത് സയൻസുമായിട്ട് കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ കള്ളം പറച്ചിൽ എളുപ്പം നിർത്താനായിട്ട് പറ്റില്ല എന്നത്. അപ്പം അത് അതിലേക്ക് വരുന്നതിന് മുന്നേ ഈ സ്വാഭാവികമായി ഞാനായി മാറിയ ഈ കള്ളം പറച്ചിലുകൾ, അപ്പൊ പലതരത്തിലാണ് ഈ കള്ളങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്ക് പല ആൾക്കാർക്കും അറിയാം, ഇവിടെ സുരേഷ് ഏട്ടനായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ എന്ത് പറയുമ്പോഴും എക്സ്ട്രാജുവേറ്റ് ചെയ്ത് പറയുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഏക്കാരല്ലാത്തവരും ഉണ്ട് നമ്മുടെ ചുറ്റുപാടും. ആ സ്വഭാവം എനിക്കും ഉണ്ട്. നമ്മളിങ്ങനെ സ്വയം ഒരു സംഭവമാണ് എന്ന് വളരെ നിസാരമായിട്ട് ഞാനത് പോയി എടുത്തു. ആ എടുത്ത സമയത്ത് ഒരു പാമ്പ് ഉണ്ടായിരുന്നു, പാമ്പ് എന്നെ കടിച്ചിട്ടില്ല, പാമ്പ് അപ്പുറത്ത് കൂടെ പോയി. പക്ഷെ ഈ സംഭവത്തെ വിവരിച്ച് വരുമ്പോൾ ഭയങ്കര മൂക്ക് പിടിച്ച് പാമ്പ്, അങ്ങനത്തെ പാമ്പ് ഇത് ഇങ്ങോട്ട് വന്നു. ഈ ഒരു കള്ളം പറച്ചിലുണ്ട്. അത് വലിയ കുഴപ്പമില്ല, മറ്റാൾക്കാർക്ക് ഉപദ്രവമില്ലാത്ത. പക്ഷേ ഇത് മറ്റാളുകളെ ബാധിക്കുന്ന കള്ളം തൊട്ട് വളരെ കൃത്യമായി ഞാൻ പറയുന്ന കള്ളങ്ങൾ മറ്റുള്ളവരെക്കാൾ എന്നെ ബാധിക്കുന്നുണ്ട്. അവിടെയാണ് ഏറ്റവും വലിയ കുഴപ്പം വരുന്നത്. വലിയ രീതിയിൽ കള്ളങ്ങൾ എന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറ്റിപ്പെടുന്നുണ്ട്, എന്നെ സ്വയം നശിപ്പിക്കുന്ന രീതിയിലേക്ക്. അതോടൊപ്പം ഈ രണ്ട് കള്ളവും പ്രശ്നമാണ്. ആദ്യത്തെ കള്ളം വലിയ കുഴപ്പങ്ങളില്ല, നമ്മുടെ ഒരു ബഡായി എന്നൊക്കെ പറഞ്ഞ് അത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ആ കള്ളങ്ങൾ കുഴപ്പമില്ല. പക്ഷെ വളരെ കൃത്യമായി എന്നെ ബാധിക്കുന്നു ജീവിതത്തെ, അതേപോലെ മറ്റു മനുഷ്യരെയും ഗുരുതരമായി ബാധിക്കുന്ന കള്ളങ്ങൾ. അതില് ആദ്യത്തെ കള്ളങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ കുടിക്കുന്ന സമയത്ത് എല്ലാവർക്കും പറയുന്ന പോലെ തന്നെ കുടിച്ചിട്ടില്ല എന്ന പറച്ചിലാണ്. എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഞാൻ കുടിച്ചിട്ടില്ല, കുറച്ചേ കുടിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന ആ കള്ളങ്ങളിലും കുടിക്കുന്നില്ല. എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഞാൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയും. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആ ഗൾഫിലുള്ള കുടിക്കാലം, നാട്ടിലെ കുടിക്കാലത്തൊന്നും എനിക്ക് പിന്നെ ഓർമ്മയില്ല. മദ്യത്തിൽ മുങ്ങിയ ജീവിതങ്ങളായിരുന്നു. പിന്നീട് അവസാന കാലമൊക്കെ വല്ലാത്ത അവസ്ഥയായിരുന്നു. എനിക്ക് ഓർമ്മകളിലൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വളരെ രൂക്ഷമായി എൻ്റെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിച്ച എൻ്റെ ബിഞ്ച് ഡ്രിങ്കിങ് ദുബായിൽ നിന്നാണ്. 6 മാസം കുടിക്കാതിരിക്കുകയും 6 മാസം കുടിക്കുന്ന കാലഘട്ടമാണ് ദുബായിലെ അല്ലെങ്കിൽ 16 വർഷത്തെ UAE ജീവിതം. ആ സമയത്ത് ആ കുടിക്കുന്ന പല രീതിയിൽ ഈ കള്ളങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു പരിധി വിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കള്ളം, ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറോട് ഞാനൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടറോട് പോലെ എൻ്റെ ആദ്യത്തെ ഭാര്യ ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നു. അവരെ കൂടി ഞാൻ ആ കള്ളത്തിൽ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. അപ്പോൾ
ആദ്യകാലത്ത് എൻ്റെ ഒപ്പം ബാറിലേക്കൊക്കെ വന്ന് സോഷ്യൽ ഡ്രിങ്കിങ് കണ്ട് ഇരുന്ന ഭാര്യ, അവരെ സംബന്ധിച്ചിടത്തോളം ആ കുടിയുടെ രൂക്ഷമായ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയാൽ നാണം കെടുത്തുന്ന ഭർത്താവായിട്ട് ഞാൻ മാറുകയും ഒരു ഓർമ്മയും ഇല്ലാതെ ഭാര്യയെക്കുറിച്ച് പോലും മറന്നു പോകുന്ന, അല്ലെങ്കിൽ ആ പരിസരം മൊത്തം നാശകോശമാക്കുന്ന, പരിപാടി പോലും നശിപ്പിക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറുന്നു. എല്ലാ ആഘോഷങ്ങളുടെയും സന്തോഷങ്ങൾ കെടുത്തുന്ന ഒരാളായിട്ട് ഞാൻ മാറുന്ന ബോധം കെട്ടപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിയിൽ വലിയ എതിർപ്പുണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു ദിവസം ഇതേപോലെ ആ കുടി തുടങ്ങിക്കഴിഞ്ഞാൽ എവിടുന്നാണ് കുടി തുടങ്ങുന്നതെന്ന് എനിക്കറിയില്ല. ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്ന സമയങ്ങളിലാണ് ഞാൻ പലപ്പോഴും പോയി കുടിച്ചിട്ടുള്ളത്. ആ കുടിച്ചു കഴിഞ്ഞാൽ ഇവര് ഭയങ്കരമായിട്ട് എതിർക്കും, അതേപോലെ പലതും പറയും. എനിക്ക് തന്നെ ഒരു ദിവസം വളരെയധികം കുടിച്ച് വഷളായി, പലപ്പോഴും ഓരോ തവണയും ആ സത്യം ലംഘിച്ചുകൊണ്ടാണ് ഈ കുടി ഉണ്ടാവും. തലേ ദിവസം രാത്രി വളരെയധികം ഒരു ബോധം ഉണ്ടായിട്ടില്ല, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അവരെന്തൊക്കെയോ എന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ ഉണ്ടായെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണ എനിക്കില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, അവധി ദിവസമാണ്. പലപ്പോഴും ഈ അവധിയുടെ അല്ലെങ്കിൽ പേര് പറഞ്ഞിട്ട് അവരും കൂടി തുടങ്ങുന്ന, അല്ലെങ്കിൽ അവരുമായി ചേർന്ന് അവരോട് പറഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് തുടങ്ങിയ ഒരു അടിയായിരുന്നു അത്. ആ അടിയിൽ അവരുടെ ഒപ്പം പോയി മേടിക്കുന്ന കള്ളിന് പുറമെ ഞാൻ പുറത്ത് ബ്ലാക്കിൽ മേടിച്ച സാധനം ഉണ്ട്. എപ്പോഴും അതൊരു ശീല. അവരുടെ മുന്നിൽ നിന്ന് 3 കുടിക്കുമ്പോൾ പിന്നീട് ഞാൻ ഈ പുറത്തെ സാധനം കൂടി അടിച്ചു വന്നിട്ട്, അന്ന് എനിക്ക് ഒന്ന് 2 ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട് രാത്രി. ഇപ്പൊ 2ാമത്തെ ഫുൾ അടിക്കാനായിട്ട് അവരോട് തല്ലുകൂടി ഞാൻ. ആ സമയത്ത് എനിക്ക് എന്താ ഉണ്ടായെന്നുള്ളത് രാത്രി ഓർമ്മയില്ലാത്തതുകൊണ്ട് രാവിലെ ഈ 2 അടിച്ചതിന്റെ പ്രശ്നവും ഞാൻ വീണ്ടും പറഞ്ഞുപോയി, ഇങ്ങനെ പറ്റിപ്പോയി. അവര് സ്വാഭാവികമായിട്ടൊരു മദ്യാസക്തന്റെ വീട്ടിലുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്തൊക്കെ പറച്ചില് പറഞ്ഞിട്ടുണ്ടാവും, ഏതൊക്കെ രീതിയിലായിരിക്കും ഭാര്യയുടെ പ്രതികരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേ രീതിയിൽ എൻ്റെ അവിടെ ഉണ്ടായി. അപ്പൊ ഈ സോറിയും കാലുപിടുത്തവും മറ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴും ഈ സൂത്രശാലിയും ചിന്താകുഴപ്പം ഉണ്ടാക്കുന്നവനുമായ തലച്ചോറ് അവിടെ നിന്ന് ഈ ഇവള് പറഞ്ഞ പഴി പറച്ചിലുകളും എല്ലാം മറക്കാൻ 2 അടിക്കുക എന്ന ആ തീരുമാനത്തിലേക്ക് വരികയാണ്. കാരണം മദ്യാസക്തിന് വേറെ ഒന്നും പറ്റില്ല, ആകപ്പാടെ വയ്യ. തലേ ദിവസം രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇന്നിപ്പോ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്മെല്ല് പോലും പറ്റില്ല, എന്തെങ്കിലും കഴിക്കണമെങ്കിൽ 2 അടിക്കണം എന്ന അവസ്ഥയാണ്. ഇപ്പോൾ പുലർച്ചെയാണ്, 6-6:30 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നലാണ്. അപ്പോൾ എന്തൊക്കെയോ ഉണ്ടാക്കാനൊക്കെ ഉള്ള തുടക്കമാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റിലാണ് ഷാർജയിൽ താമസം. അപ്പോൾ അടുക്കളയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുക്കളയിൽ പ്രത്യേകിച്ച് വിൻഡോ ഒന്നുമില്ല. ഈ ഡോറ് സ്റ്റുഡിയോ ജീവിച്ച ആളുകൾക്ക് അറിയാം, ചെറിയൊരു മറവുണ്ടെങ്കിലും സ്മെല്ല് മൊത്തം റൂമിലേക്ക് വരും. എനിക്കാണെങ്കിൽ ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല, മദ്യം വേണം. അപ്പം ഞാൻ അവിടുന്ന് മദ്യം കഴിക്കാനായിട്ട് പല അടവും പറഞ്ഞുകൊണ്ട് നടക്കാൻ പോവുകയാണ്, അങ്ങനെ എങ്ങനെ. അപ്പോൾ സത്യത്തിലൊക്കെ അത്രയും രീതിയിലാണ് നമ്മൾ പറയുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പേഴ്സൊക്കെ അതായിരിക്കുന്നു. അതിന് മുന്നേ തന്നെ ഞാൻ പൈസ കൈക്കലാക്കിയിട്ടുണ്ട്. ഞാൻ മൊബൈലിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, അവൾ അറിയാതെ തന്നെ ടൈപ്പ് ചെയ്തിട്ട്. എനിക്ക് വളരെ സന്തോഷമായി. ഈ ഓർഡർ ചെയ്യുമ്പോൾ ഈ കള്ള് കച്ചവടക്കാർ, ബ്ലാക്കിന് വിൽക്കുന്ന ആൾക്കാർ ആ ഭാഗത്ത് താമസിക്കാറില്ല. അന്ന് എന്തോ ഇവൻ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മദ്യം എനിക്ക് കൃത്യമായി കിട്ടുമെന്ന് കണ്ടുമ്പോൾ ഒരു എനർജി വരാനുണ്ട് ഉള്ളിൽ നിന്ന്. രാവിലെ തന്നെ 2 അടിക്കാൻ കിട്ടുന്നൊരു സുഖം. തലേ ദിവസം ഉണ്ടായ പ്രശ്നങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഞാൻ വീണ്ടും ഈ മദ്യത്തെ പതുക്കെ നടക്കാൻ പോവുക എന്ന് പറയും. നടക്കാൻ ആകപ്പാട് അസ്വസ്ഥതയാണ്. നടന്നാൽ ശരിയാവും, എൻ്റെ അസ്വസ്ഥത മാറും, എനിക്ക് നിൽക്കാനും നിൽക്കാനും വയ്യ, തല ചുറ്റുന്നു. ഭയങ്കര അഭിനയമായിരിക്കും ആ സമയത്ത്. എന്തൊക്കെ നുണയാ പറയുക എന്നറിയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്തിട്ട് പുറത്തേക്ക് നടക്കാനായിട്ട് ഇറങ്ങി. ആ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങുകയും ഈ മദ്യം മേടിച്ച് ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷറായിട്ട് ഒരു ഡോർ ഉണ്ടായിരിക്കും എപ്പോഴും ഈ ഫ്ലാറ്റുകളിൽ. അതിൻ്റെ ബാക്കിൽ ഒരു ചുവന്ന വലിയ ഒരു പമ്പ് വരുന്ന ഭാഗമുണ്ട്. അതിൻ്റെ ബാക്കിലൊക്കെയാണ് ഞാൻ ഈ മദ്യക്കുപ്പി സൂക്ഷിക്കുക. മദ്യം സൂക്ഷിച്ച് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അളവില്ലാതെ ആദ്യത്തെ 2 അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ ഒരു വല്ലാത്തതാണ്. ചില സമയങ്ങളിൽ അത് പുറത്തേക്ക് എടുക്കും, വീണ്ടും അത് കുടിക്കും. ആ രീതിയിലൊക്കെ പല പരിപാടികൾ നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ എന്നാലും കുടിക്കണം. ആ കുടിച്ചു കഴിഞ്ഞാൽ എവിടെയൊന്നുമില്ല എനർജി. അതിൻ്റെ ഇടയിലൊക്കെ വീട്ടിൽ വരിക, വീണ്ടും ഭയങ്കര ആക്റ്റീവായി, ക്ഷീണമൊക്കെ പോയി. എന്നിട്ട് പറഞ്ഞു നടന്നപ്പോൾ വല്ലാത്ത ആശ്വാസം അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുകയും ഈ തുടർച്ചയായിട്ടുള്ള പോക്കും വരവും
കുറെ കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാലോ, നമ്മുടെ കൺട്രോൾ, നമ്മൾ വിചാരിച്ച പോലെ കൺട്രോളിൽ നിൽക്കാനൊന്നും പറ്റില്ല. അവർ തിരിച്ചറിയുകയും എന്താ വല്ലാത്ത സ്മെല്ല് വരുന്നുണ്ടല്ലോ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല. നിനക്ക് എന്താ, പേഴ്സ് ഇതായിരിക്കുന്നു, നീ നോക്ക്, ഞാനിത് പുറത്തേക്കല്ലേ പോകുന്നത് എന്നുള്ള വീണ്ടും ആ ഭയങ്കര തന്ത്രശാലിയായ നുണകൾ പറയാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു പരിധി കൂടി കടന്ന് ഇവള് പറഞ്ഞപ്പോൾ ഞാൻ ഇവളോട് തന്നെ പറയുകയാണ്, ഈ കള്ളം ശരിയാണ് എന്ന് ബോധിപ്പിക്കാനായിട്ട് ഇവളോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഷാർജയിലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ ഹോസ്പിറ്റലാണ് അവിടുത്തെ സുലേഖ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആ സുലേഖ ഹോസ്പിറ്റൽ മൾട്ടിനാഷണൽ ഹോസ്പിറ്റലാണ്, അല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ആ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് വളരെ ധൈര്യത്തോടു കൂടി, നിങ്ങൾ ആലോചിക്കണം, മദ്യത്തിന്റെ പവർ ആലോചിക്കണം, ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെന്നും അവിടെ ഇരിക്കുന്ന മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം അവരെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിലെ മദ്യം പ്രവർത്തിക്കുകയാണ്. ആ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളത്തെ പാലിക്കാനായി ഏതറ്റം വരെയും പോവുക എന്ന മദ്യാസക്തന്റെ അവന്റെ ഉള്ളിലെ കള്ള്, അവന്റെ കെമിക്കൽ അവനെ കൊണ്ടെത്തിക്കുന്ന വിധാനം. ഒരു ഭയവും ഇല്ലാതെ ആ കള്ളിന്റെ ബലത്തിലേക്ക് ഞാൻ സുലേഖ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുകയും സുലേഖ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറാണ്, കാരണം എൻ്റെയൊക്കെ ഇൻഷുറൻസ് നല്ല കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്, നല്ല ഇൻഷുറൻസ് ആണ്, ഏത് ഡോക്ടറെയും കാണാൻ പറ്റും. അങ്ങനെ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണോ എനിക്കറിയത്തില്ല, വളരെ സ്പെഷ്യാലിറ്റി ഡോക്ടറാണെന്നും വളരെ വർഷങ്ങളോളം പ്രാക്ടീസ് ഉള്ള ഒരു മനുഷ്യൻ, മലയാളിയല്ല, അദ്ദേഹത്തിൻ്റെ ഇന്ത്യക്കാരനല്ല, വേറൊരു നാഷണാലിറ്റിയാണ്. എനിക്ക് വ്യക്തമായൊരു ഓർമ്മയില്ല അയാളെക്കുറിച്ച്. ഏകദേശം ആ ഡോക്ടറുടെ മുഖവും അയാളുടെ കണ്ണുകളും അയാളുടെ ആ താടി അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്. ചില ഭാഗങ്ങളെ എനിക്ക് ഓർമ്മയുള്ളൂ. ആ മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് വളരെ കൂളായിട്ട് ഞാൻ പറയണേ, ഡോക്ടർ, ഞാൻ പുറത്തേക്ക് നടക്കാൻ പോകുമ്പോൾ എനിക്ക് ഏമ്പക്കം വരുന്നു. ഏമ്പക്കം വരുന്നതിലൂടെ ആ ഏമ്പക്കം വരുമ്പോൾ കള്ള് തികട്ടി വരുന്നു, ഞാൻ ഫിറ്റ് ആകുന്നു. നിങ്ങൾ ആലോചിക്കണം, ഒരു ഡോക്ടറുടെ അടുത്ത്, സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് അയാൾ എന്നെ ഇങ്ങനെ നോക്കി, എനിക്ക് തോന്നുന്നു അയാൾ തെറിവിളിയായിരിക്കും ഉള്ളിൽ വിളിച്ചിട്ടുണ്ടാവുക അയാളുടെ ഭാഷയിൽ. കാരണം അത്ര വിദഗ്ധമായിട്ട് ഒരു ഒപ്പം ഇരിക്കുന്നത് ഒരു ഫാർമസിസ്റ്റാണ്. വിദഗ്ധമായിട്ട് തന്നെ ഏമ്പക്കം വരുമ്പോൾ ആ ഏമ്പക്കത്തോടു കൂടി ആൽക്കഹോൾ വന്ന് ഫിറ്റ് ആവുന്നു എന്ന് പറഞ്ഞാൽ നേർപ്പിക്കും തോറും വീര്യം കൂടുന്ന മരുന്നിനെ കുറിച്ച് പറയുന്ന പോലെ ഒരു വർത്തമാനമാണ് പറയുന്നത്. വൈദ്യശാസ്ത്രം മൊത്തം കെമിസ്ട്രി തന്നെ ഇല്ലാതെയാകുന്ന ഒരു വർത്താനം. അധ്യാസക്തൻ ഞാൻ എന്തിനാ ഈ കഥ പറഞ്ഞതെന്ന് വെച്ചാൽ, ഏത് വിധേനയും അല്ലെങ്കിൽ ഏത് തരത്തിലും ഏത് ആളുകളോടാണ് നുണ പറയുന്നതെന്ന് അറിയില്ല. എൻ്റെ ആ എക്സ് വൈഫ് വളരെ നിഷ്കളങ്കമായിട്ട് ആ ഡോക്ടറോട് പറഞ്ഞു, സാർ സത്യമാണ് സാർ എന്ന് അവർ അവിടെ ഇരുന്നു കൊണ്ട് BSc ഫാർമാക്കോളജി പഠിച്ചിട്ടുള്ള, B.Pharm പഠിച്ചിട്ടുള്ള ഒരു ബിരുദധാരിയായ ആള്. അത് നമ്മൾ ആ രീതിയിൽ മറ്റുള്ള ആളുകളെ കള്ളം പറഞ്ഞുകൊണ്ട്, അപ്പൊ ഈ രീതിയിൽ മറ്റു മനുഷ്യർ അവർ ആരാണ്, അവർ എന്താണ് എന്നല്ലാതെ, എത്രയോ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെ വിദഗ്ധമായി കള്ളം പറഞ്ഞുകൊണ്ട് പറ്റിക്കുന്നു. ഏത് രീതിയിലേക്ക് ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ, അവിടങ്ങളിലൊക്കെ ജീവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാനൊക്കെ എൻ്റെ പൈസയൊക്കെ എടുത്ത് മാറ്റിയ സമയത്ത് വഴിയിലൂടെ അമാലിപ്പണി എടുക്കുന്ന പാകിസ്ഥാനികളുണ്ട്. എൻ്റെ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ട് ഞാൻ പൈസ മേടിച്ചിട്ടുണ്ട്. ആ സമയത്ത് എവിടെ നിന്നാണ് ഈ ഒരു സംഭവം കടന്നു വരിക എന്നറിയില്ല. ആ രീതിയിൽ വിദഗ്ധമായിട്ട് ആ പാവപ്പെട്ട പാകിസ്ഥാനിയെ അടുത്ത് എന്ത് ധൈര്യത്തിലാണ് പാകിസ്ഥാനി എനിക്ക് പൈസ തന്നതെന്ന് അറിയില്ല, എൻ്റെ റൂം അറിയില്ല, ഇടയ്ക്ക് പുറത്ത് വെച്ചിട്ട്, കാരണം കള്ള് കുടിക്കാൻ കാശ് വേണം, പേഴ്സ് അടക്കം മാറ്റി വെച്ചിരിക്കുകയാണ്, കുടിച്ചേ പറ്റൂ എന്ന അവസ്ഥയിൽ. ഒരു പരിചയമില്ലാത്ത കുറെ അപ്പുറത്ത് കിടക്കുന്ന ഗ്രോസറി പോയിട്ട് ഞാൻ പൈസ കടം മേടിച്ച് കള്ള് കുടിച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സ് എടുത്ത് മാറ്റിയപ്പോൾ വാശിയായിരുന്നു കള്ള് കുടിക്കണം എന്നുള്ളത്. എങ്ങനെയും കള്ളു കുടിക്കുക, ഏത് രീതിയിലും നുണകൾ പറയാം. ആ ഗ്രോസറി ഷോപ്പ് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എവിടെന്നോ കടം മേടിച്ചിട്ടുണ്ട്, അത് എന്താണ്, എങ്ങനെ എനിക്ക് കള്ള് കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. വളരെ വിദഗ്ധമായിട്ട് ഏത് രീതിയിലൊക്കെ മറ്റുള്ള മനുഷ്യരോട് കള്ളം പറഞ്ഞുകൊണ്ട് ശീലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ വല്ലാത്ത രീതിയിൽ ഈ കള്ളം ബാധിച്ചിട്ടുണ്ട്. ജോലി ചെയ്യുന്ന മുതലാളിമാരെ പറ്റിക്കുക, അടുത്ത സുഹൃത്തുക്കളോട് നുണകൾ പറയുക. കള്ളം പറയുന്ന പ്രവൃത്തി നീതീകരിക്കപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. മാത്രമല്ല, സ്വാഭാവികമായിട്ട് വളർന്നു വരുന്ന ഇത്തരം കള്ളങ്ങൾ ഞാനെന്ന വ്യക്തിയെ വല്ലാത്ത രീതിയിലേക്ക്, എൻ്റെ പ്രവൃത്തികളെ നീതീകരിക്കുകയും നേരത്തെ പറഞ്ഞ രീതിയിലേക്കുള്ള സ്വഭാവമായിട്ട് എന്നെ മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു.
ഞാൻ ചെയ്ത എല്ലാ പ്രവൃത്തിയും എൻ്റെ നിലനിൽപ്പിനാണ് എന്ന് പറയുന്ന ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ സയന്റിഫിക്കായിട്ട് സയൻസ് പറയുന്നത്, മനഃശാസ്ത്രം പറയുന്നത്, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ജനിക്കുമ്പോൾ, മനുഷ്യനിൽ മാത്രമല്ല പ്രൈമേറ്റ്സ് ആയിട്ടുള്ള ഗറില്ലകളിൽ പോലും ഇത്തരം മറ്റുള്ളവരെ പറ്റിക്കുന്ന, കള്ളം പറയുന്ന സ്വഭാവം ഉള്ളതായിട്ട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ 6 മാസമാകുന്ന കുഞ്ഞ്, ധാർമ്മികതയുടെ പ്രശ്നമായിട്ടല്ല ഈ കള്ളം പറച്ചിലിനെ സയൻസ് കാണുന്നത്. സയൻസിന്റെ കാഴ്ചപ്പാടിലൂടെ കാണുന്നത് പരിണാമത്തിൽ മനുഷ്യന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യരിലേക്ക് കള്ളം പറയുന്ന ശീലം കടന്നു വന്നത് എന്നാണ് സയൻസ് പറയുന്നത്. അതിനോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 6 മാസമുള്ള കുഞ്ഞ് വിശക്കാതെ കരയാൻ തുടങ്ങുന്നത് തൊട്ട് കണ്ണു തുറന്ന് മറ്റുള്ളവരെ നോക്കുന്ന, അവന്റെ ചില നമുക്ക് ഇഷ്ടപ്പെടുന്ന കുസൃതികൾ എന്ന് പറയുന്ന രീതിയിൽ അവൻ ആരും പറഞ്ഞു കൊടുത്തതല്ല. അപ്പൊ ആ രീതിയിൽ വരുന്ന കള്ളങ്ങൾ, ആ രീതിയിൽ മറ്റു മനുഷ്യന്റെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് കാണിക്കുന്ന ചെറിയ ചെറിയ കള്ളങ്ങളിലൂടെ വളർന്നു വരുന്ന കള്ളാണ്. പക്ഷെ ഇവിടെ ഈ കള്ളമല്ല ഇവിടുത്തെ വിഷയം. ആ കള്ളങ്ങൾ അവിടെ നിൽക്കട്ടെ. ഞാനെന്ന മദ്യാസക്തനെ എല്ലാ രീതിയിലും മാറ്റുന്ന, എൻ്റെ കോഗ്നിറ്റീവ് ബിഹേവിയറിനെ മൊത്തത്തിലായിട്ട്, എൻ്റെ മാനസിക അവസ്ഥയെ മൊത്തത്തിൽ മാറ്റുന്ന ആ കള്ളം പറച്ചിലുന്ന രീതി, ആ പെരുമാറ്റ രീതിയായിട്ട് മാറുകയാണ്. ഇവിടെ ഈ കള്ളം പറയുന്ന രീതി, ഇപ്പൊ നേരത്തെ പറഞ്ഞു മനുഷ്യന്റെ നിലനിൽപ്പിനായിട്ടാണ് മനുഷ്യൻ കള്ളം പറഞ്ഞു തുടങ്ങിയത് എന്ന് പറയുമ്പോൾ, ഞാൻ എന്ന് പറയുന്ന മദ്യാസക്തൻ എൻ്റെ നിലനിൽപ്പിനെ പോലും അപകടപ്പെടുത്തുന്നതാണ്. നമ്മൾ ജന്മവാസനകളെ കുറിച്ച് നമ്മുടെ പ്രോഗ്രാമിൽ പറയാറുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 4ാമത്തെ പടിയിൽ മനുഷ്യന്റെ ജന്മവാസനകളെ തൃപ്തിപ്പെടുത്താനാണ് നമ്മുടെ പ്രവൃത്തികൾ ഉണ്ടായിരുന്നതെന്ന് കണ്ടെത്തുമ്പോൾ, ഇവിടെ ജന്മവാസനകളായ സോഷ്യൽ ഇൻസിസ്റ്റുകളെ, സാമൂഹ്യപരമായി നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയണമെന്ന ആ ആഗ്രഹത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ഞാനെന്ന മദ്യാസക്തൻ. കാരണം എൻ്റെ തന്നെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്ന കള്ളങ്ങൾ എന്നെ നശിപ്പിക്കുന്നു. ഞാൻ ആളുകളോട് മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് കള്ളം പറഞ്ഞ സമയത്ത് ആർക്കായിരുന്നു നഷ്ടം ഉണ്ടായിരുന്നത്? നഷ്ടം എനിക്ക് മാത്രമാണ്. ഇപ്പൊ പല സുഹൃത്തുക്കളും പറയാറുണ്ട്, ഈ കുടിച്ചു വരുമ്പോ നമ്മുടെ സുഹൃത്തുക്കൾ പറയും, അവൻ പറ്റിക്കുകയാണ് നമ്മളെ, അവൻ ബാറിൽ പോയിരുന്നു. പണ്ടൊക്കെ അതൊരു വലിയ കാര്യം, ഇന്ന് എനിക്കതൊരു വിഷയമല്ലാന്ന്. കാരണം അവൻ നമ്മളെ അല്ല പറ്റിക്കുന്നു. ഞാൻ അന്ന് കാലത്ത് എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ഞാൻ വിചാരിച്ച് ഞാൻ മറ്റുള്ളവരെ പറ്റിച്ച് വലിയ വമ്പനാണ്. ആ പാവപ്പെട്ട മദ്യാസക്തൻ അറിയുന്നില്ല. അവൻ കുടിച്ചുകൊണ്ട് മീറ്റിംഗിൽ വന്നിരുന്നുകൊണ്ട്, ഇല്ല ഇന്ന് കുടിച്ചിട്ടില്ല, ഇന്നത്തെ ദിവസം സമാധാനമായി എന്ന് നുണ പറഞ്ഞാൽ അവൻ അവനെ തന്നെ പറ്റിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അന്ന് പറ്റിച്ചിരുന്നത് ആരെയാണ്? ഞാൻ മറ്റു മനുഷ്യരെയോ അല്ല, എൻ്റെ ഭാര്യയെയല്ല, എൻ്റെ സുഹൃത്തുക്കളെയല്ല, എൻ്റെ മുതലാളിയെയല്ല. ഞാൻ പറ്റിച്ചതും വഞ്ചിച്ചതും എന്നെ തന്നെയായിരുന്നു. ആ കള്ളങ്ങൾ നേരെ തിരിച്ചടിച്ചത് എൻ്റെ നിലനിൽപ്പിനെയായിരുന്നു. എന്നെ പിന്നീട് ആരും വിശ്വസിക്കാതെയായി. ഞാൻ സത്യങ്ങൾ പറഞ്ഞാലും, ഞാൻ തിരുത്തി എന്ന് പറഞ്ഞപ്പോൾ പോലും എന്നെ ആളുകൾ വിശ്വസിച്ചിട്ടില്ല. എങ്ങനെ വിശ്വസിക്കുക? 1-2 വട്ടമൊക്കെ ചെയ്യുന്നതിന് നമ്മൾ പറയും, ഇത് 1-2 അല്ല, 1000കണക്കിന് വട്ടങ്ങൾ, എത്രയോ നിരവധി തവണ ആവർത്തിക്കപ്പെട്ട കള്ളങ്ങൾ, നമ്മുടെ സ്വഭാവ രീതിയായി മാറിയ കാര്യങ്ങൾ. ആരും നമ്മളെ വിശ്വസിക്കില്ല. നമ്മൾ വെറുതെ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നമ്മളെ? മിനിറ്റിന് വാക്ക് മാറുന്ന സ്വഭാവമുള്ള ആളുകളാണ് നമ്മൾ. എത്രയെത്ര കള്ളങ്ങൾ പറഞ്ഞു. ഈ കള്ളങ്ങൾ പറയുന്നതോടൊപ്പം നേരത്തെ പറഞ്ഞ സോഷ്യൽ ഇൻസ്റ്റിങ്സിന്റെ ഫലമായി മറ്റുള്ളവർ നമ്മളെ വിശ്വസിക്കാത്ത രീതിയിലാകുന്നു. നമുക്ക് തന്നെ ആ രീതിയിൽ നാശം സംഭവിക്കുന്നു. മദ്യപിച്ചത് കൊണ്ടുണ്ടായ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ നഷ്ടം, അതും നമ്മൾ തന്നെയാണ് അനുഭവിച്ചത്. ഒറ്റപ്പെട്ടവനായിട്ട് ഞാൻ മാറി. എല്ലാ തരത്തിലും മനുഷ്യർ എന്നെ വിശ്വസിക്കാത്ത രീതിയിൽ വന്ന സാമൂഹ്യപരമായ ഒറ്റപ്പെടൽ. അപ്പൊ ഇതെല്ലാം എന്താ? ഇത് ഞാൻ മറ്റുള്ളവരെ പറ്റിക്കുന്നു കള്ളം പറഞ്ഞ് എന്ന് കരുതിയത് മുഴുവൻ തന്നെ പറ്റിച്ചത് എന്നെയായിരുന്നു, വളരെ കൃത്യമായിട്ട് തന്നെ. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ നുണയൻ എന്ന് എന്നെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതാണ് ഇതിന്റെ വേറെ രസം. നമ്മൾ പറയാറുണ്ട്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 6ാമത്തെ പടിയുടെ ലേഖനത്തിൽ പറയാറുണ്ട്, മറ്റു മനുഷ്യർ വെറുക്കപ്പെടുന്ന രീതിയിൽ നുണ പറയുന്നവനാകാൻ ആരാണ് ഇഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ ഒരു പൊങ്ങച്ചം പറച്ചിലുകാരനാണെന്ന് നമ്മളെ കുറിച്ച് വേറെ വല്ലവരും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടാവും? നമ്മൾ പലപ്പോഴും പലരോടും തെറ്റുന്ന എന്താ? നിന്നെ കുറിച്ച് അവൻ ഇങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു. ചിലപ്പോൾ ഉള്ള കാര്യമായിരിക്കാം, എന്നാൽ പോലും നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളെ അങ്ങനെയൊന്നും പറയരുത് എന്നാണ്. പല ആളുകളോടും തെറ്റിയിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, ഈ വിഷയാവതരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു AM മെമ്പർ പണ്ട് എനിക്ക് നല്ല ഓർമ്മയാണ്. ഈ മൈ എന്ത് തേങ്ങയാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്ത ഒരു വോയിസ്.
കോഴിക്കോടുള്ള ഒരു സുഹൃത്തായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആത്മീയത പോയിട്ട് ആ മീറ്റിങ്ങിൽ പറഞ്ഞ ഉടനെ ഇവനെ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇവൻ എന്നെ തെറി പറഞ്ഞ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ആലോചിക്കണം. അപ്പൊ അയാളെ ഏത് മാനസികാവസ്ഥയിലാണത് പറയുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെക്കുറിച്ച് വേറൊരാള് എന്തെങ്കിലും ഒന്ന് തെറ്റായി പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണ്. അവിടെ നമ്മൾ നുണയന്മാരാണെന്ന് നമ്മളെ വിളിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. എനിക്കിഷ്ടമല്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ നുണ എനിക്ക് കള്ളം പറച്ചിൽ നിർത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. മദ്യമൊക്കെ നിർത്തി. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കഥകളിലൊക്കെ മദ്യം ഒരു പ്രധാന വില്ലനായി വന്നുകൊണ്ട് മദ്യപിക്കുമ്പോഴാണ് ഈ നുണ പറയുന്നതെന്നുണ്ടെങ്കിൽ മദ്യം നിർത്തി. ഇനി ഞാൻ ഈ കള്ളം പറച്ചിൽ നിർത്തുമോ? അവിടെ സ്വയം വഞ്ചിക്കുന്നത് എനിക്ക് നിർത്താൻ പറ്റുന്നുണ്ടോ? കുടിയെല്ലാം മാറ്റി നിർത്തി. പക്ഷേ സ്വാഭാവികമായി എൻ്റെ സ്വഭാവമായി മാറിയ ചില കാര്യങ്ങൾ, എൻ്റെ കോഗ്നിറ്റീവ് ബിഹേവിയർ, അവിടെ അടിയുറച്ചു പോയ കാര്യങ്ങൾ അത്ര എളുപ്പം മാറ്റാനായിട്ട് പറ്റില്ല. അതുകൊണ്ടല്ലേ മറ്റാൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ തന്നെ കംപ്ലൈന്റ് പറഞ്ഞു, ഇയാളെന്താ എപ്പോഴും ഇങ്ങനെ പറയുന്നത്, ഇയാളെന്താ ഇങ്ങനെ ചെയ്യുന്നത്, നമ്മളിങ്ങനെ പരാതികൾ പറയാറുണ്ട്. ആളുകൾക്ക് മാറുക, അവരുടെ ബേസിക്കായ സ്വഭാവങ്ങൾ അടിയുറച്ചത് മാറ്റാനായിട്ട് സാധ്യമല്ല എന്നാണ് നമ്മുടെ പ്രോഗ്രാം പറയുന്നത്. ആദ്യം നമ്മൾ പറയുന്ന കള്ളങ്ങള് വലിയ ദോഷമില്ലാത്തത് ആകും, പിന്നീട് നമുക്ക് വലിയ ദോഷങ്ങളായിട്ടുള്ള മാറുന്നതായിട്ട് മാറും. അപ്പൊ അത് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയിട്ടുള്ള കള്ളം പറച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദോഷമില്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടിക്കുന്ന ആൾക്കാരുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ, ഷെയറിംഗ് ഒക്കെ നന്നായി ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇച്ചിരി മസാലയൊക്കെ ചേർത്തിട്ട് ഞാനൊക്കെ ഷെയർ ചെയ്യും ആദ്യകാലത്ത്, മറ്റുള്ളവരുടെ കേട്ടിട്ട്. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കഥകള് ഈ ചെറുതായി പറയുന്നതിനെ ഒന്ന് വളച്ച് കെട്ടി കുറച്ച് മസാലയൊക്കെ ചേർത്ത് കഥ ഒന്ന് പെരുപ്പിച്ച് പറയുന്ന നുണ പറച്ചിൽ തന്നെയാണല്ലോ. അത് കുഴപ്പമില്ലാത്തതാണ്, ഒരു പൊങ്ങച്ചം മാത്രമാണത് എന്ന് പറയാം. ആ ഷെയറിങ്ങിൽ ഞാൻ എന്തൊക്കെയോ ആണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നടത്തുന്ന ഒരു കള്ളം ആണത്. പൊടുപ്പും തൊങ്ങലും വെച്ചിട്ട് ഇല്ലാത്ത അനുഭവങ്ങൾ, പിന്നെ കുറച്ചെന്താണ് അനുഭവങ്ങൾക്ക് ചൂടും ചൂരും, മറ്റുള്ളവരെ ഇങ്ങനെ ഈ പ്രശസ്തി അല്ലെങ്കിൽ മറ്റുള്ളവരെ പുകഴ്ത്തുന്ന കേൾക്കുമ്പോൾ എനിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണം എന്ന ആഗ്രഹവും കൂടി ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ഈ ഷെയറിങ് എങ്ങനെയുണ്ട് നമ്മൾ ചോദിക്കും. നമുക്ക് റിക്കവറി ഉണ്ടായോ എന്നല്ല, ഞാനൊക്കെ അത് ചോദിച്ചിട്ടുണ്ട് എത്രയോ പേരോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് റിക്കവറി മീറ്റിങ്ങിലെ ഷെയറിങ്ങിൽ. അപ്പോൾ കാരണം എന്താ, ചില ആൾക്കാരെ ഈ ഷെയറിങ്ങിന് കൗണ്ടർ ഷെയർ പോലെ ഈ മറുപടി പറയും. ആൾക്കാരുടെ വിചാരം പുകഴ്ത്തി കഴിഞ്ഞാൽ മദ്യാസക്തർ പൊങ്ങിപ്പോകുമെന്ന തെറ്റായ ധാരണയോ എന്തോന്ന് അറിയില്ല, ഇതിനെ വിമർശിക്കുകയല്ല. ഒരാൾ ഷെയർ ചെയ്താൽ അയാളുടെ ഷെയറിങ്ങിനെ വിലയിരുത്തി സംസാരിക്കുന്ന രീതി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ സാധാരണഗതിയിൽ എടുക്കാറില്ല. പക്ഷെ അന്നൊക്കെ ഈ വഴമൊക്കെ ചില ആൾക്കാർക്ക് അത് പ്രോത്സാഹനമായിട്ടുണ്ടാവാട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ലേ. അപ്പോ അങ്ങനെ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, അപ്പോൾ ഒരാൾ നന്നായി എന്ന് പറയുമ്പോൾ എന്റെ പറയുമ്പോൾ താങ്ക് യു എന്നാണല്ലോ പറഞ്ഞത്, എന്റെ നന്നായില്ലിരിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി നന്നാക്കാനായിട്ട് കുറച്ച് സംഭവം കയറ്റി വെച്ചുകൊണ്ട് എനിക്ക് അനുഭവങ്ങൾ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവം എടുത്തിട്ടോ കുറച്ച് കഥകളും സങ്കല്പശേഷിയൊക്കെ കത്തിജ്വലിക്കുമെന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ സങ്കല്പശേഷിയൊക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പൊടിപ്പും തൊങ്ങലും വെച്ച് കഥ പറയുന്ന നമ്മുടെ ഒരു രീതിയൊക്കെ ഉണ്ട്. അത് വലിയ കുഴപ്പങ്ങളില്ലാത്ത രീതിയാണ്. അത് നമ്മൾ പറയുന്ന പോലെ നമ്മുടെ തന്നെ അനുഭവങ്ങളാണ് എന്ന് പറയാം. പക്ഷെ ഇത് എക്സ്ട്രാ ഓർഡിനറി ഒക്കെ കയറ്റി വിടാറായിട്ട് നമ്മൾ പറ്റും. ഇത് മറ്റുള്ള ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ എന്താ കുഴപ്പറിയോ, ഈ കള്ളം പറഞ്ഞ് നമുക്ക് ഈ കള്ളത്തിനെയും സത്യത്തിനെയും വേർതിരിച്ചറിയാനുള്ള സ്വഭാവം നമ്മുടെ നഷ്ടപ്പെടും. പ്രത്യേകിച്ച് അഡിക്ഷൻ സ്വഭാവമുള്ള മദ്യാസക്തനായതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലേക്ക് മാറുമ്പോൾ പിന്നീട് ഈ കള്ളം ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. ഇവിടെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ എയുടെ മീറ്റിങ്ങിൽ ഉണ്ടാവും. അപ്പൊ അവരെ കുറിച്ചൊക്കെ കള്ളം പറയാനായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് ആ കാലത്ത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് അതിൻ്റെ ഒരു കഥയായിട്ട് പറയുകയാണ്. ആളുടെ പേരൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഒരു ID വിദേശത്തുള്ള അദ്ദേഹത്തിന്റെ സ്ഥലപ്പേരോടുകൂടി ഒരു ID ഒരു ദിവസം മീറ്റിങ്ങിലേക്ക് വരികയാണ്, രാത്രി നടക്കുന്ന മീറ്റിങ്ങിൽ. അപ്പോൾ ആ ID പേര് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ പേരായിരുന്നു. അപ്പൊ അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ പേര് പറഞ്ഞു, അത് ഇന്ന സ്ഥലത്ത് വിദേശത്തുള്ള ഇന്ന സ്ഥലമാണ്, എൻ്റെ
പഴമക്കാരൻ പറഞ്ഞു. ആ പഴമക്കാരൻ ഒരു പരിധി കൂടി കടന്നുകൊണ്ട് എന്നോട് അയാൾ ഇന്ന ആളുടെ സ്പോൺസിയാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ എന്താന്നറിയില്ല, അയാളുടെ സ്പോൺസറോട് ഒരു താല്പര്യമില്ലായ്മ എനിക്കുണ്ട്. പൊതുവെ അയാളൊക്കെ വലിയ സംഭവം, നമ്മളൊക്കെ ഒരു താഴ്ന്ന ഏക്കാര്, ഇവരൊക്കെ ഒരു വലിയ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാട്ടോ. അതൊക്കെ എന്റെ തെറ്റായ കൺസെപ്റ്റാണ് ഞാൻ പറയണത്, ഇപ്പോഴത്തെ കാഴ്ചപ്പാടല്ല. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അന്ന് കാലത്ത് എനിക്ക് തന്നെ ഇവന്മാര് വലിയൊരു ഏക്കാര്, വലിയ ഇംഗ്ലീഷൊക്കെ പറയണ കുറെ കൂണാണ്ടർമാർ ഇറങ്ങിയിട്ട് നമ്മളിവിടെ നാടൻ ഏക്കാര്, നമ്മൾ ഇങ്ങനെയൊക്കെ വെറുതെ തരംതിരിവ്, നമ്മൾ വെറുതെ ഒരു കാര്യമില്ലാണ്ട്. ഈ മനുഷ്യന്റെ ഷെയറിങ് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേൾക്കണം. ഈ സ്പോൺസറും എന്നെ നേരിട്ട് ഒരു ദ്രോഹവും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല. അത് രസതല്ല, ഇയാളുടെ സ്പോൺസറൊന്നും അല്ല അത് വേറെ. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അതാ പറഞ്ഞ തെറ്റിദ്ധാരണ ഈ രീതിയിൽ പരന്നു വന്നിരിക്കുക. ഈ എന്നോട് പറഞ്ഞ പഴമക്കാരനും അറിയില്ല ഇയാളുടെ സ്പോൺസർ ആരാന്ന്, അയാളുടെ ഊഹാണ്. അവരൊക്കെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നവർ നമ്മുടെ മീറ്റിങ്ങിലൊന്നും നിൽക്കില്ലാന്നോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു. അതോടുകൂടി എനിക്ക് ഞാൻ നേരിട്ട് കാണാത്ത, നേരിട്ട് കേൾക്കാത്ത ഈ ID മാത്രം വെച്ചുകൊണ്ട് ആ മനുഷ്യനെ ഞാൻ, അയാളുടെ വയസ്സ് ഞാൻ ഊഹിച്ചു, അയാളുടെ മുഖം എൻ്റെ മനസ്സിൽ സങ്കല്പിച്ചു. എനിക്ക് അയാളോട് കടുത്ത നീരസം, ദേഷ്യം വരിക. ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരു മനുഷ്യനോട് എനിക്ക് ദേഷ്യം വരും. അവിടെ വരെ കുഴപ്പമില്ല, എൻ്റെ ദേഷ്യമാണ്, എൻ്റെ ഉള്ളിലാണ്. ഇത് അവിടെ മാത്രമല്ല കുഴപ്പമേ, എനിക്ക് അയാളോട് എന്തെന്നില്ലാത്ത ദേഷ്യം. നിങ്ങൾ ആലോചിക്കണം, ഞാനുമായി ഒരു ബന്ധമില്ലാത്തൊരു മനുഷ്യൻ, ഒരു ഏയക്കാരനാണ് അയാള്. ഏകദേശം ഞാൻ വന്ന കാലഘട്ടമാണ് അയാളുടെ ഷെയറിങ് കേട്ടു. ഞാന് ഈ മനുഷ്യനെ കുറിച്ച് എൻ്റെ സുഹൃത്ത് വലയങ്ങളിൽ പിന്നീട് പറയുകയാണ്. അവിടെ വന്നില്ല, അത് മറ്റേ ഇവനാണ്, അവനൊരു മൈ എന്നൊക്കെ പറയുന്ന തെറി പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മനുഷ്യനെ ഞാൻ വിലയിരുത്തി അടുത്ത ആളിലേക്ക് ഞാൻ പടർത്തുകയാണ്. എവിടെ? ചെറിയ ഒരു സാധനം എനിക്ക് കിട്ടിയതിനെ ഇല്ലാത്ത കള്ളങ്ങൾ, നേരത്തെ പറഞ്ഞ ഭാവനാശേഷിയെ തെറ്റായി ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സ് എന്ന് പറയുന്ന ഏകാരൻ ഒരു ഇതാണ്, മറ്റവനാണ്. എനിക്ക് ഞാനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആ മനുഷ്യനെ കുറിച്ച്, അയാളുടെ പ്രായം എനിക്കറിയില്ല, അയാൾ ആരാന്ന് എനിക്കറിയില്ല, അയാളുടെ ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം. ആ മനുഷ്യനോടുള്ള ദേഷ്യം ഞാൻ വേറെ ആളുകളിലേക്ക് പടർത്തുകയാണ്. ഇയാളെ കുറിച്ച് അപവാദ പ്രചരണം ഞാൻ നടത്തുന്നു. ഈ കള്ളങ്ങൾ ഞാൻ മാത്രമല്ല ഇവിടെ കേടുവരുന്നത്, ഞാൻ ഓൾറെഡി കേടാണ്, മോശമാണ്. ഈ രോഗം ഞാൻ പടർത്തുന്നുണ്ട് മറ്റാൾക്കാരിലേക്ക്. ഇയാളെ കുറിച്ച് അറിയാത്ത ആൾക്കാർ വരെ ഇയാളെ കുറിച്ച് എന്താ കരുതുക? ആധികാരികമായിട്ട് അറിഞ്ഞ പോലെയാണ് ഈ കള്ളം പറഞ്ഞത്. അത് എത്ര ദോഷമാണെന്ന് ആലോചിക്കുക. എത്ര പേരെ ബാധിച്ചു? എന്നെ മാത്രമാണോ ഈ കള്ളം പറച്ചിൽ ബാധിച്ചത്? എത്ര പേരെ ബാധിച്ചു? നിരവധി പേരെ ബാധിച്ചു. ഇത് വലിയ മോശമായ ഒന്നാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ പ്രോഗ്രാമിലേക്ക് വന്നപ്പോൾ. പിന്നെ പ്രോഗ്രാമിലേക്ക് വന്നിട്ട് സ്പോൺസറുമായിട്ട് പരിശീലിക്കുമ്പോൾ ഉണ്ടാവുന്ന കള്ളം പറഞ്ഞിട്ടുള്ള വേറെ രീതികൾ കടന്നു വരുന്നത്, ഈ റിയാലിറ്റികളെ മറക്കാൻ. ഈ സ്പോൺസർഷിപ്പിലൊക്കെ നമ്മൾ വരുമ്പോഴും നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ പൊങ്ങി നിൽക്കണം. എങ്ങനെയാ സ്പോൺസറോട് ഞാൻ എൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ എന്നും പറയാം? പ്രത്യേകിച്ച് 6 7 വരുമ്പോൾ സ്പോൺസർ നമ്മളോട് പറയും നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് എളുപ്പമല്ല, അവരുടെ അനുഭവം വെച്ചിട്ടാണ്. അപ്പൊ ഈ കാര്യങ്ങൾ പറയുമ്പോൾ സത്യത്തിൽ ഇവിടെ ഞാൻ ആരുടെയും സർട്ടിഫിക്കറ്റിന് വന്നതല്ലല്ലോ. ഞാൻ എന്തിനാ ഈ പ്രോഗ്രാം ചെയ്യുന്നത്? എൻ്റെ കുറവ് മാറ്റി എനിക്ക് ഇന്നത്തെ ദിവസം മനോഹരമായിട്ട് ജീവിക്കാനല്ലേ. ഞാനിത് മറക്കും. ഞാൻ ആ സ്പോൺസറിൽ ഇത് എങ്ങനെ ഇപ്പം അയാളോട് പറയാന്ന് പറഞ്ഞിട്ട് ആ റിയാലിറ്റീനെ മറന്നുകൊണ്ട് കള്ളങ്ങൾ പറയാൻ തുടങ്ങും. അതേപോലെ എനിക്കൊക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ളത്, ഞാൻ ഈ ആദ്യകാലത്ത് തമ്പാക്കും ഇതൊക്കെ കുറച്ചു കാലം നിർത്തി കുറച്ച് കുഴപ്പമില്ലാതെ പോയിരുന്നൊരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട, കുറച്ചു കാലം സോഷ്യൽ മീഡിയയിൽ എയുടെ സർവീസ് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് അവസാനം അവിടുത്തെ വേറെ പല ഗ്രൂപ്പുകളായിട്ട് ബന്ധമായി. സമാന പഴയ സ്വഭാവമുള്ള ആൾക്കാരുമായിട്ടാണല്ലോ ബന്ധം ഉണ്ടാവുക. അപ്പോൾ അവിടെ ഉള്ള ഒരു ടീം അവരുടെ ഒരു ഗെറ്റ് ടുഗദറിന് വിളിക്കുന്നു, കുറച്ച് ടീമായിട്ട്. അപ്പോൾ അവിടെ കള്ളുണ്ട്, ഞാൻ കുടിക്കില്ല. അപ്പോൾ എനിക്ക് ഈ കുടിക്കുന്ന ആൾക്കാരോടൊപ്പം കുടിക്കാതെ നിൽക്കാനൊരു ആഗ്രഹം. അപ്പോൾ നമ്മൾ ഈ സ്പോൺസർ എതിർക്കാതിരിക്കാൻ ഭയങ്കര ന്യായം പറഞ്ഞ് എൻ്റെ ബിസിനസ്സിൻ്റെ എന്തിനാണെന്ന് എനിക്കറിയില്ല. സ്പോൺസർ ഇല്ലെങ്കിൽ എനിക്ക് പോയാൽ മതി. അപ്പോൾ ഈ നുണ പറച്ചിൽ എൻ്റെ സ്വഭാവമായിട്ട് മാറിയതിൻ്റെ കുഴപ്പമാണ്. സ്പോൺസറോട് പറഞ്ഞു പറ്റിക്കുക. ആർക്ക് പോയി? ഞാൻ കള്ളു കുടിച്ചില്ലെങ്കിൽ പോലും അയാൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പാടു പറഞ്ഞു. പക്ഷെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് ഞാൻ നുണ പറഞ്ഞുകൊണ്ട് അവിടെ പോയി. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മദ്യപിച്ചില്ല, പക്ഷെ ഇവരുടെ പെരുമാറ്റങ്ങൾ അസഹനീയമായി. ഇവരെ തന്നെ കയ്യേറ്റം ചെയ്യേണ്ട രീതി എനിക്ക് കടന്നു വന്നു.
അതിനെല്ലാം പുറമെ ഈ അസ്വസ്ഥത മാറ്റാനായിട്ട് ഞാൻ നിർത്തിവെച്ച തമ്പാക്ക് പിന്നീട് അത് എനിക്ക് നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് പുകയില അഡിക്ഷൻ എൻ്റെ അടുത്ത പ്രശ്നമായിട്ട് മാറി. അതിനൊരു കാരണം ഈ ഒരു നുണമറച്ചിലായിരുന്നു എൻ്റെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അവർ എതിർക്കുമോ എന്ന് പറഞ്ഞിട്ട് ചില ഉള്ളിൽ താലോലിച്ച മോഹങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ 6ഉം 7ഒക്കെ വളരെ പെട്ടെന്ന് ഞാനെന്ന മദ്യാസക്തന് ചെയ്യാൻ എപ്പോഴും ബുദ്ധിമുട്ടും. പ്രോഗ്രാം എപ്പോഴും പറയുന്നത് നീ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നുണ്ട്. അവസാന ഭാഗത്തേക്ക് ഞാനത് വരാം, 6ാമത്തെ പടിയുടെ ഭാഗമൊക്കെ. അപ്പോൾ ഇതെല്ലാം വളച്ചൊടിച്ച് ഇത്തരം കഥകൾ പറയുക. ഇതും പ്രോഗ്രാമിൽ എത്താവുന്ന സമയത്തും ഈ കള്ളം പറയുന്ന ശീലം എളുപ്പം മാറ്റാൻ പറ്റിയില്ല. അപ്പോൾ മാറ്റാൻ പറ്റാത്ത ശീലങ്ങൾ അയാൾ എന്തു പറയും, അയാൾ എന്തോ പറഞ്ഞോട്ടെ, എനിക്ക് മാറിയിട്ടില്ലെങ്കിൽ മാറിയിട്ടില്ല എന്ന് പറയേണ്ട സത്യസന്ധത ഞാൻ കാണിക്കണ്ടേ? ഇനി ആർക്കാ നഷ്ടം? അവിടെയാ പറഞ്ഞത്, ഞാൻ ഈ കള്ളം പറഞ്ഞ അയാൾക്കാണോ, അയാളെ പറ്റിക്കുകയാണോ? അയാൾക്ക് ഇപ്പം എന്താ? ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റായ പ്രവൃത്തി ചെയ്യുകയാണ്. ഇപ്പൊ ഖത്തറിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന സ്ത്രീകളുടെ അടുത്ത് പോവുകയോ, ആർക്കെന്ത് പോയി, എൻ്റെ പൈസ, എൻ്റെ ശരീരം, എൻ്റെ ഇഷ്ടം വന്ന്, എൻ്റെ ഒപ്പം ആരുമില്ല, എൻ്റെ ഒപ്പം ഭാര്യ പോലും ഇല്ല, മറ്റേ ഭാര്യ വിടുന്ന സമയമാണ്. ആര് പറഞ്ഞു? ഉപേക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗികതയ്ക്ക് പോയ ആർക്കാ നഷ്ടം? ഞാൻ ഈ സ്പോൺസറുടെ മുന്നിൽ മാന്യനാവേണ്ട കാര്യം എന്തായിരുന്നു? അപ്പൊ ഇതെല്ലാം എന്നെ തന്നെ വഞ്ചിക്കുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് കടന്നു വന്നു. വളരെ സമയമെടുത്തിട്ടാണ് ഇത്തരം കള്ളങ്ങൾ എന്നെ ഉപദ്രവിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയതും അത് മാറ്റിയതും. ഇന്നത് കൃത്യമായിട്ട് അറിയാം എന്തുകൊണ്ടാണ് ഈ കള്ളങ്ങളിൽ നിന്ന് മാറാനായിട്ട് പറ്റാത്തത്. കാരണം ഈ പറ്റിക്കലെല്ലാം സ്പോൺസറെ അല്ല, മറ്റു മനുഷ്യരോടല്ല, മറിച്ച് ഇത് എന്നെ തന്നെ ബാധിക്കുന്നതാണ്, എന്നെ തന്നെ വഞ്ചിക്കുന്നതാണ് എന്നത് വളരെ കൃത്യമായിട്ട് തന്നെ ആ ബോധ്യം അവിടെ കടന്നു വരികയാണ്. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ് മറ്റുള്ള മനുഷ്യരെ ബാധിക്കുന്ന കള്ളം പറച്ചിലുകൾ. അത് ഒരു പരിധി കൂടി കടന്ന് പിന്നീട് പ്രോഗ്രാം നമുക്ക് പ്രവർത്തിക്കാതിരിക്കുന്ന സമയങ്ങളിൽ ഉണ്ടാവും. ആ തുടക്ക സമയങ്ങളിലൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യനോട് എനിക്ക് ദേഷ്യം ഉണ്ടായ പോലെ പല കാര്യങ്ങളെ കൊണ്ട് നമുക്ക് പലരോടും വിരോധം വരും. അത് നമ്മളുമായിട്ട് നേരിട്ടിട്ട് ഉണ്ടാകുന്ന വിരോധമാവില്ല. നമ്മൾ പറയാറില്ലേ, പല സത്യങ്ങളും നമ്മൾ അർദ്ധ സത്യങ്ങളായിട്ട് അറിയുക. നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അയാൾ ഏത് ഭാഗത്ത് നിൽക്കുന്നു, അതുകൊണ്ടല്ലേ നമ്മൾ നമ്മുടെ ഭാര്യയെക്കുറിച്ച്, ഭാര്യ നമുക്ക് സമാധാനം തരുന്നില്ല, ഭാര്യ എന്നും പ്രശ്നമാണെന്ന് നമ്മൾ പറയുന്ന ആസ്പെക്റ്റ് ഉണ്ടല്ലോ. തൊട്ടപ്പുറത്ത് ആ ഭാര്യ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്താണ് നമ്മൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പുറത്തിരുത്തിയിട്ട് ഭാര്യയോട് ചോദിച്ചാൽ ഭാര്യ പറഞ്ഞു തരും നമ്മൾ എത്രത്തോളം കൊള്ളാത്തവരാണ്. പക്ഷെ അവർ നമ്മളെപ്പോലെ പറയില്ല കേട്ടോ, വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മൾ അത്ര നന്ദി കേട്ടോ, കാരണം നമ്മൾ വരച്ച രീതിയിൽ മറ്റുള്ളവർ വേണം. വലിയൊരു കുഴപ്പമാണ് നമ്മുടെ. അപ്പം നമ്മൾ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ആദ്യകാലത്ത് വരുമ്പോൾ ഈ പകുതി കേട്ട കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വെറും ശത്രുത ഉണ്ടാവുക. ഞാനുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരാളെ കുറിച്ച് ഒരു അപവാദം പറയാണ്. ഈ പറയുന്നത് പഴമക്കാരനായിരിക്കാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പഴമക്കാരൻ ഇത് പറയാനുള്ള കാരണം എന്താ, എന്തുകൊണ്ടാവും പറയുണ്ടാവും? അയാളെ വിലയിരുത്തൊന്നും വേണ്ട, അതിനങ്ങോട്ട് വിടാം. എന്നെ നേരിട്ട് ബാധിക്കാത്ത ഏതൊരു കാര്യമാണെങ്കിലും എനിക്കത് വിടാം. പക്ഷെ ഞാൻ എന്താ പറയുക, എയെ മൊത്തം എൻ്റെ തലയിൽ കൂടെ ഓടുന്നോണ്ട് ഞാനില്ലെങ്കിൽ ഈ എയെ ഓടില്ല എന്നും എയുടെ കാവലാൾ ഞാനാണെന്നും ഒക്കെ ഞാൻ സ്വയം ചിലപ്പോൾ കരുതും. അപ്പോൾ ഒന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയി കൃത്യമായിട്ട് വിവരങ്ങൾ അറിഞ്ഞ് എനിക്ക് ഇടപെടാൻ പറ്റുമോ, ഞാൻ എവിടെ ഇടപെടേണ്ട എയിൽ എല്ലാ കാര്യത്തിലും ഇടപെടാനായിട്ട് ശരിയ മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 സങ്കല്പങ്ങൾ. എവിടെയാണ് നമുക്ക് ഇറങ്ങാനായി പറ്റുക, എന്തൊക്കെയാണ് സർവീസിൽ ചെയ്യാൻ പറ്റുക. അതില്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ വെറുതെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ എന്താ ഉണ്ടാവുക അറിയോ, നമ്മൾ ഒരു പരിധിയും ഇല്ലാതെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പൊളിറ്റിക്സ് ഉണ്ടാവും മറ്റു മനുഷ്യർ തമ്മിൽ. ഇതിലേക്ക് ഞാൻ ഇറങ്ങും. അവിടെ എന്താണ്, അർദ്ധ സത്യങ്ങൾ ഉണ്ടാവും, ചില കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങളെ പറയുന്ന ആളുടെ താല്പര്യപ്രകാരം വളച്ചൊടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു. ഉടൻ തന്നെ ഞാൻ കാണാത്ത, ഞാൻ കേൾക്കാത്ത, നേരിട്ട് അറിയാത്ത കാര്യത്തിൽ മറ്റൊരാളെ വിധിക്കാൻ ഞാൻ എന്ന മദ്യാസക്തൻ തയ്യാറാവുകയും അയാളുമായിട്ട് കടുത്ത ശത്രുത. ഈ ശത്രുത മാത്രമല്ല, ഈ കള്ളം ഞാൻ മറ്റുള്ള ആളുകളോട് പ്രചരിപ്പിക്കാനും തുടങ്ങും. കാരണം എന്താണ്, ഈ എതിർ ദിശയിൽ നിൽക്കുന്ന വ്യക്തി എനിക്ക് ഇഷ്ടമല്ല. ആ ഇഷ്ടത്തിനില്ലാത്തതിന് കാരണം എന്താ, എതിർ ദിശയിൽ നിൽക്കുന്ന വ്യക്തി ഡയറക്റ്റായിട്ട് എന്നെ ഒന്നും ചെയ്തിട്ടില്ല.
എന്തോ അയാളെ കുറിച്ച് കുറെ ആൾക്കാർ പറഞ്ഞു, കുറെ ആളുകൾ പറയുമ്പോൾ സത്യമാണ് എന്നുള്ളൊരു ധാരണ ഉണ്ട്. നമ്മൾ അങ്ങനെ വിശ്വാസത്തിനൊക്കെ എടുക്കുക. കുറെ മനുഷ്യർ പറയുന്നുണ്ട് അതുകൊണ്ട് ശരി, അങ്ങനെ ശരികളൊന്നുമില്ല. കുറെ ആളുകൾ ഒരു കാര്യം വിഡ്ഢിത്തരം വിശ്വസിക്കുന്നുണ്ട്. സലീം കുമാർ പറഞ്ഞ പോലെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്താ, എല്ലാവരും പോകുന്നുണ്ട്, അപ്പൊ സത്യമായിരിക്കാം. ഇതാണ് നമ്മുടെ ചിന്ത. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രോഗ്രാം പറയുന്നത്, നീ കൃത്യമായിട്ട് എവിഡൻസ് ബേസ് ആയിട്ട് അറിഞ്ഞ കാര്യങ്ങൾ, നിനക്ക് ഇടപെടാൻ പറ്റുന്ന മേഖലകൾ, നീ ചെലവാക്കുന്ന ഊർജം അത് കൃത്യമായ രീതിയിലുള്ളതാണോ, നിനക്ക് ആവശ്യമുള്ളതാണോ? നീ മൂന്നാമത്തെ പടിയിൽ നിന്ന് എവിടെയാണ് തെന്നിപ്പോകുന്നത്? 59ാമത്തെ പേജ് നിന്നോട് എന്താണ് പറയുന്നത്? നിന്റെ ജീവിതത്തിലെ പ്രധാന പ്രശ്നം എന്തായിരുന്നു? നീ ഒരു അമിത മദ്യപാന രോഗിയാണ്. നിന്റെ ജീവിതം കൈകാര്യം ചെയ്യാനായി നിനക്ക് കഴിഞ്ഞില്ല. ഇവിടെ പറയുന്നുണ്ട്, ദൈവത്തെ തേടിയാൽ രോഗശമനം. എവിടെയാണ് ദൈവത്തെ തേടുന്നത്? ഏതാണ് ദൈവം? ഞാനല്ല ജീവിതത്തിന്റെ ഡയറക്ടർ എന്ന ബോധ്യം. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ മറ്റു മനുഷ്യർ പെരുമാറണം. ഈ രണ്ടാമത്തെ പടിയുടെ ആത്മീയതയൊക്കെ കടന്നു വരുന്നത് മറ്റു മനുഷ്യരെ, എന്നെ പോലെയുള്ള മനുഷ്യരെ ഉണ്ടാക്കുകയല്ല, മറ്റു മനുഷ്യരെങ്ങനെയാണോ അവരെ ഉൾക്കൊള്ളാൻ എന്നെ പ്രാപ്തമാക്കണമേ. രണ്ടാമത്തെ പടിയുടെ പ്രാർത്ഥന പോലും അതാണ്. ഇതൊക്കെ മറന്നു പോകുന്നു. ഒരു പരിചയമില്ലാത്ത മനുഷ്യരോട് വേറെ ആളുകൾ പറഞ്ഞ കാരണങ്ങൾ വെച്ച ഈ പറയുന്നവർ കള്ളം പറയുക സാധ്യമല്ല എന്ന എന്റെ വിലയിരുത്തലിൽ എങ്ങനെ അങ്ങനെ വിലയിരുത്താൻ പറ്റുക? ഇതിൽ എവിടെയൊക്കെ സത്യം ഉണ്ടാവും, എവിടെയൊക്കെ അർദ്ധസത്യം ഉണ്ടാവും? അതില്ലെങ്കിൽ ആ മേഖലയിൽ ഞാനിപ്പോൾ ഇടപെടേണ്ടതാണോ? ഞാനിപ്പോൾ ഇടപെട്ടത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുന്നത്? ഇനിയിപ്പോൾ ഇതേക്ക് വേണ്ടിയാണെങ്കിലും റിയാലിറ്റി ബേസിൽ എനിക്ക് അവിടെ ഇടപെടാൻ പറ്റുമോ എന്നാണ്. പക്ഷെ ഇതെന്തായി, ഇതൊന്നും എടുക്കാതെ അപവാദ പ്രചരണങ്ങളിലേക്ക് ഞാൻ മുഴുകും. ഈ കള്ളങ്ങളെ ഞാൻ മറ്റുള്ളവരിലേക്കും പ്രചരിപ്പിക്കും. ഞാൻ അറിഞ്ഞ് എനിക്ക് നിന്നാ പോരാ, ഇത് മറ്റു മനുഷ്യരിലേക്ക് ഈ വൈറസിനെ പടർത്തി വിടുകയാണ്. ഈ രോഗത്തെ വെറുപ്പ് ചെയ്യുന്ന, മറ്റു മനുഷ്യരെ ക്യാൻസൽ ചെയ്യുന്ന കൾച്ചർ, ഈ കൾച്ചറിനെ എന്ത് ചെയ്യും? മറ്റു മനുഷ്യരിലേക്ക് ഞാൻ ഈ കള്ളങ്ങളിലൂടെ. കാരണം അവിടങ്ങളിലൊന്നും നമുക്ക് 4ാമത്തെ പടി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മറ്റു മനുഷ്യരോട് നിനക്ക് വിരോധമിരിക്കുമ്പോൾ ആദ്യം വിരോധമുള്ള ആൾക്കാരുടെ പട്ടിക എഴുതിയിട്ട് എന്നോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ആ വിരോധം മാറ്റുക. അവർ രോഗിയാണെന്നാണ്. എൻ്റെ ജീവിതത്തിൽ അത്രയധികം ഉപദ്രവം ചെയ്ത ആളുകളോട് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്, ചില്ലറക്കാരിയല്ല. ആൽക്കഹോളിക്സ് അനോണിമസിനേക്കാളും എൻ്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്, ഞാൻ ഉണ്ടായിരുന്ന ജീവിതത്തിൽ എന്നെ കടുത്ത ദ്രോഹം ചെയ്ത ആളുകളുടെ പട്ടിക ഉണ്ടാക്കിയിട്ടാണ് എന്നോട് പറഞ്ഞത്. അവര് രോഗിയാടോ, വിടടോ അവര് ശല്യം ചെയ്ത രീതിയൊന്നും നിനക്ക് ഇഷ്ടമല്ല, അത് ഞങ്ങൾക്കറിയാം, സാരല്ല, രോഗിയാണ്, അവരോട് ക്ഷമിക്ക്. അതിനാണ് പ്രാർത്ഥന ഉപയോഗപ്പെടുത്ത്. നമുക്ക് മാറ്റുവാൻ പറ്റില്ല, നമ്മൾ ഉൾക്കൊള്ളും. ആ രീതിയിൽ വിരോധം മാറ്റണം. അങ്ങനെ മാറ്റിയാലേ നമുക്ക് 9ാമത്തെ പടിയിലൊക്കെ 9ാം പടി ചെയ്യാൻ പറ്റൂ. ആ 9ാം പടി ചെയ്ത ആളായ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിലെ വേറെ പല കാര്യങ്ങളിൽ ഈ സ്വഭാവം കടന്നു വരുന്നുണ്ടോ? പടികൾ എവിടെ കടന്നു വരേണ്ടതാ? നിത്യജീവിതത്തിൽ കടന്നു വരേണ്ടതാണ്. പാരമ്പര്യങ്ങൾ, ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഒക്കെ പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിലെ പല രീതിയിൽ എതിർപ്പുള്ള മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വരേണ്ടതാണ്. ഇവിടെ എന്താണ്? ഇവിടെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോർവിളികൾ, മറ്റ് ഗ്രൂപ്പുകളെ റദ്ദ് ചെയ്യുക, കേട്ട പാതി കേൾക്കാത്ത പാതിയുള്ള കള്ളങ്ങൾ ഞാൻ പ്രചരിപ്പിക്കാനായിട്ട് കൂട്ടുനിന്നിട്ടുണ്ട്. പലപ്പോഴും ഞാനൊക്കെ ആ പ്രചരണങ്ങളിലെ ഭാഗമായിട്ടൊക്കെ രണ്ട് രീതിയിലുമില്ല. ഒരാളുടെ അണിയായിട്ട് നടക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞു, അങ്ങനെ നേതാക്കന്മാരൊന്നുമില്ല, അവര് പറയണതെല്ലാം ശരിയെന്ന് പറഞ്ഞാൽ അവരെ പൊക്കി നടക്കുക, അതും തെറ്റാണെന്ന് പറഞ്ഞു. കാരണം എന്താ? വാർപ്പ് മാതൃകളൊന്നുമില്ല, മദ്യാസക്തരാണ്. ഇവിടെ മോഡറേറ്റർ രാജേട്ടൻ സൂചിപ്പിച്ച പോലെ ഇവിടെ ആരും ജഡ്ജികളില്ല, ഇവിടെ ആരും തന്നെ കള്ളന്മാരില്ല. ഇവിടെ വരുന്നവർ മദ്യാസക്തരാണ്. അവൻ കള്ളനായിരിക്കാം, തെമ്മാടിയായിരിക്കാം, പെണ്ണുപിടിയനായിരിക്കാം, അവൻ ഏതൊക്കെ രീതിയിലുള്ളവനായിരിക്കാം. ആൽക്കഹോളിക്സ് അനോണിമസിലെ പ്രാഥമിക യോഗ്യത ഇത് നീ എടുക്കുന്നുണ്ടോ? നീ പാരമ്പര്യങ്ങളെ നീ പാലിക്കാനുള്ള തയ്യാറെടുപ്പ് വരുന്നുണ്ടോ? അതിനു പകരം ഞാൻ എന്താ ചെയ്ത? ഞാനിവിടെ കള്ളങ്ങളെ കൊണ്ട്, ഈ കള്ളങ്ങൾ മറ്റുള്ളവർക്കെതിരെ അർദ്ധസത്യങ്ങളായ വിരോധങ്ങളെ കൂട്ടിക്കൊണ്ട്, എൻ്റെ ഉള്ളിൽ ഇല്ലാത്ത ശത്രുതയെ പെരുക്കിക്കൊണ്ട്, ശത്രുക്കളെ പുതുതായിട്ട് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആ വ്യക്തിയോട് യഥാർത്ഥത്തിൽ ആ വ്യക്തി എന്നെ നേരിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ വ്യക്തിയുടെ അടുത്തിൽ ഞാൻ ഈ വിദ്വേഷ പ്രചരണം നടത്തുന്നു. ഇപ്പുറത്ത് കൂടെ ഞാൻ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നു. എന്താണ് ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥന എന്നറിയോ? വിഷയാവതരണമൊക്കെ നടത്താൻ പറ്റും, ഭയങ്കര വിഷയാവതരണ. എന്താണ്? മറ്റു മനുഷ്യരെ, മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന് പകരം ഞാൻ മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ തയ്യാറാക്കണമേ എന്നാണ്.
എല്ലാവരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞ മദ്യാസക്തനായ നീ മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന പരാതി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക, പരാതികൾ നിർത്തുക. ഉപാധികളില്ലാതെ മറ്റു മനുഷ്യർക്ക് പകർന്നു കൊടുക്കേണ്ടത് പാഠം പഠിപ്പിച്ചത് ആൽക്കഹോളിക്സ് അനോണിമസ് ആണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാർത്ഥനകൾ അങ്ങനെയാണ്: എന്നെ കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകേണ്ട പ്രയോജനക്ഷമത. ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ കള്ളം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ പ്രയോജനക്ഷമതയില്ല, ഒപ്പം ഞാൻ ഓൾറെഡി വൈറസ് ബാധിച്ചു മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഞാൻ എവിടെയാ സ്നേഹത്തിന്റെ വാഹകനാകുന്നത്? ഞാനിവിടെയാ മറ്റു ഭിന്നതയുള്ളിടത്ത് സ്നേഹത്തിന്റെ വാഹകൻ, ഐക്യത്തിന്റെ വാഹകനായിട്ട് മാറുന്നത്? ഭിന്നതയുള്ളിടത്ത് സമാധാനം എവിടെയാണ് എനിക്ക് പുനഃസ്ഥാപിക്കാനായിട്ട് പറ്റുക? എവിടെയാ ഭിന്നതയുള്ളിടത്ത് സമാധാനത്തിന്റെ വാഹകനാവുക, സമാധാനം പ്രാപിക്കുക? പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ട്. അപ്പൊ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ബൈബിളിലെ പ്രാർത്ഥനകൾ, ക്രിസ്ത്യാനികൾ രാത്രി നീ നിന്റെ അയൽക്കാരനോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിച്ച പോലെ ഞങ്ങളോട് നിങ്ങൾ ക്ഷമിക്കണമെന്ന്. ഏടെ പ്രാർത്ഥനകൾ എങ്ങനെയാ? ആ ക്ഷമ എനിക്ക് പറ്റിയിട്ടാണ്. തൊട്ടപ്പുറത്തുള്ള ആളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ഇത്തരം പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? എവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്നിൽ പ്രവർത്തിക്കുന്നത്? ഈ കള്ളങ്ങളെല്ലാം എന്നെ ബാധിക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ളതാണ്. അപ്പൊ ഭിന്നതയുടെ വാഹകനാവാതിരിക്കാൻ, ഐക്യത്തിന്റെ വാഹകനായിട്ട് മാറാൻ, സമാധാനത്തിന്റെ വാഹകനാവാൻ ഈ കള്ളം പറച്ചിലുകൾ ഞാൻ നിർത്തണം. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി ബോധ്യമാകുന്ന ഇടങ്ങളിൽ മാത്രം ഞാൻ പ്രവർത്തിക്കണമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് പ്രോഗ്രാമാണ്. അവിടെ ആരുടെയും മണിയുമായിരിക്കില്ല, ആരുടെയും ഏതെങ്കിലും നേതാവിന്റെ അടിയിലും പോകില്ല, അല്ലെങ്കിൽ നേതാവാകാനും നമ്മുടെ കീഴിൽ കുറെ അണികൾ ഉണ്ടാക്കാനും നമ്മൾ നിൽക്കത്തില്ല. കൃത്യമായിട്ട് നമുക്ക് പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം. അതേപോലെയായിരുന്നു ഈ കള്ളം പറഞ്ഞിട്ട് പണത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന. കാരണം പണത്തിന്റെ കാര്യത്തിൽ തീരെ സത്യസന്ധത പുലർത്താതെ മറ്റു മനുഷ്യരുടെ അടുത്തുനിന്ന് ഏത് നുണയും പറഞ്ഞുകൊണ്ട് കടം മേടിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പലപ്പോഴും അമ്മയ്ക്ക് അസുഖം എന്ന് പറഞ്ഞ അവസാന കാലത്തൊക്കെ കുടിച്ചിരുന്നത് അമ്മയുടെ അസുഖം പറഞ്ഞിട്ടാണ്. ആ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പൈസ മേടിച്ച് കുടിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ അതെല്ലാം മാറ്റി തീർത്തുകൊണ്ട് അവിടെയൊക്കെ കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിൽ എത്തിയപ്പോൾ ഈ കള്ളങ്ങൾ പറച്ചിൽ നിർത്താനും കൃത്യമായിട്ട് ഞാൻ എൻ്റെ സാമ്പത്തികമായ സ്ഥിതിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ അത് എന്നെ സഹായിച്ചത് എവിടെയായിരുന്നു അറിയോ? ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ പറച്ചിൽ നിർത്തി. പണത്തിന്റെ കാര്യത്തിൽ അതിന് സഹായിച്ചത് ഈ പരിശോധനയായിരുന്നു. ഞാൻ എത്രത്തോളം ആളുകളെ വഞ്ചിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 9ാമത്തെ പടിയിൽ നമ്മുടെ പേജ് നമ്പർ 78 9ാം പടിയുടെ ഭാഗമായിട്ട് തന്നെ ഒരു കഥയുണ്ട്. അത് ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്നതിന് മുന്നേ, അല്ലെങ്കിൽ എയിൽ എത്തുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് എതിരാളിയായിട്ട് ബിസിനസ് വല്ലാതെ മുറുകി നടക്കുമ്പോൾ ആ എതിരാളിയുടെ കയ്യിൽ നിന്ന് സാമ്പത്തികമായിട്ട് അദ്ദേഹം പണം കടം മേടിക്കുന്നുണ്ട്. ആ പണം കടം മേടിച്ചതിന് രേഖാപരമായ തെളിവൊന്നുമില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? മറ്റേ ആൾ പൈസ കടം തിരിച്ചു ചോദിച്ച സമയത്ത് ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ മുറുകി, പല പ്രശ്നങ്ങളും ബിസിനസിന്റെ ഇടയിലുണ്ടായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൃഷി അല്ലെങ്കിൽ കച്ചവടം പ്രശ്നത്തിലേക്ക് നീങ്ങി. നമുക്കറിയാലോ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും മറ്റു പല ഭാഗങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എതിരാളിനെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അപ്പോൾ ആ ഏക്കാരനും ആ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ പണം മേടിച്ചതിന് തെളിവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ കൊടുക്കാത്ത. ആ കാലം കഴിഞ്ഞു. ഇയാളുടെ ബിസിനസ്സൊക്കെ വളരെ നല്ല രീതിയിൽ. അതിൻ്റെ ഇടയിൽ ഇയാൾ കുടിച്ച് എല്ലാ തരത്തിലും തകർന്നു. ആൽക്കഹോളിക്സ് അനോണിമസിലൊക്കെ എത്തിപ്പെട്ടു. അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാമൊക്കെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ പഴമക്കാരായ മനുഷ്യർ ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യണം, തെറ്റ് ചെയ്ത ആൾക്കാരോടൊക്കെ. കാരണം ബോബ് അടക്കം കുടി നിർത്തുന്നത് ഈ പരിഹാരം ചെയ്തിട്ടാണ്. ബില്ല് ബോബിനെ അന്വേഷിച്ച് പോകുമ്പോൾ ബോബ് പറയേണ്ട അവസാനം കുടിച്ച നമ്മുടെ ഫെലോഷിപ്പ് സ്ഥാപിച്ച ദിവസത്തിൽ താൻ തെറ്റ് ചെയ്തു ഉപദ്രവിച്ചു എന്ന് പറയുന്ന ആളുകളോടും ക്ഷമ പറഞ്ഞിട്ടാണ് ബോബ് വന്നിട്ട് കുടി നിർത്തുന്നത്. അപ്പം അന്നത്തെ കാലത്ത് വളരെ പെട്ടെന്ന് തന്നെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഇവരുടെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ ഈ മനുഷ്യനും ഇതൊക്കെ കേട്ട സമയത്ത് പെട്ടെന്ന് തന്നെ പരിഹാരം ചെയ്യണം. ആ പരിഹാരം ചെയ്യുന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അപ്പോഴുള്ള അന്നത്തെ പങ്കാളി അവരിപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇയാളെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ബിസിനസ് പങ്കാളിനെ ഇത് ബാധിക്കും. അപ്പൊ ആ തെറ്റ് ഇന്ന് അത് ഏറ്റു പറയുമ്പോൾ മറ്റാളും കള്ളനായിട്ട് മാറും. യഥാർത്ഥത്തിൽ അയാൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇയാൾ ചെയ്ത തെറ്റിന് ആ കൂട്ടത്തിൽ നിന്നു. പക്ഷെ അവിടെയൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തൊക്കെ നമുക്കറിയാം, ഒരു കള്ളം മറച്ചു വെച്ചാൽ പോലും അതും തെറ്റായി കാണുന്ന സ്ഥലങ്ങളാണ്. വിദേശത്തുള്ള ആൾക്കാർക്ക് അറിയാതെ കള്ളത്തിന്റെ കൂട്ട് നിന്നാൽ പോലും അത് തെറ്റായിട്ട് കാണുന്ന രീതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം
പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 9ാമത്തെ പടി പറയുന്നത് എന്താണ്? മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ പടി ചെയ്യാനായിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ ആ ബിസിനസ് പങ്കാളിയോട് മാത്രമല്ല, ബിസിനസ് പങ്കാളിയുടെ ഭാര്യയോട് കൂടി സംസാരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. കാരണം ആ ഭാര്യയെ ബാധിക്കുന്നതാണല്ലോ, അവരുടെ സൽപ്പേരിനെ ബാധിക്കരുത് എന്ന് അവരോട് ചർച്ച ചെയ്ത് വളരെ കൃത്യമായി ഏറ്റുപറച്ചിൽ എനിക്കിത് പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പള്ളിയിൽ വെച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞ ഒരു രീതി പറയുന്നുണ്ട്. വളരെ കൃത്യമായൊരു മാതൃകയായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം പിന്നീട് ആ ബിസിനസ് നമ്മുടെ ആ സമൂഹത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ആളായിട്ട് പുനഃസ്ഥാപനം നടത്തുന്നുണ്ട്. കാരണം അയാൾ വലിയ ധാർമ്മികതയുടെ മേൽത്തട്ടിൽ നിന്നുകൊണ്ടല്ല അവിടെ പ്രസംഗം നടത്തിയത്, മറിച്ച് തൻ്റെ തെറ്റിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുക, എനിക്ക് എന്ത് പറ്റി എന്നുള്ളത്. ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ മറ്റു മനുഷ്യരെ ചൂഷണം ചെയ്യാതെ നമ്മുടെ സ്വഭാവത്തിലെ രീതി എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഈ കള്ളം പറയുന്ന പോലെ തന്നെ മറ്റു മനുഷ്യരെ പറ്റിക്കുക, പൈസ മേടിച്ചത് കൊടുക്കാതിരിക്കുക, വീണ്ടും മറ്റു മനുഷ്യരോട് അവധികൾ പറഞ്ഞുകൊണ്ട് പൈസ മേടിക്കുക. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കിറ്റ് പോലും കൈകാര്യം ചെയ്യുമ്പോൾ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ ഞാനെന്ന മദ്യാസക്തന് വലിയ പ്രയാസമായിരുന്നു ആദ്യകാലത്ത്. അവിടങ്ങളിലൊക്കെ മാറ്റം ഉണ്ടായത് ഈ ഒരു കാഴ്ചപ്പാടായിരുന്നു അയാളുടെ പ്രോഗ്രാമിലൂടെ. അപ്പൊ നമ്മൾ എവിടെയാണ് നമ്മൾ മാറ്റത്തിന് വിധേയമായിട്ട് നിൽക്കേണ്ടത്? സാമ്പത്തിക കാര്യങ്ങളിൽ പരാതി പറയുന്നവരായിട്ട്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളുടെ കാരണം എൻ്റെ കുഴപ്പമാണ്, അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ്. അത് മാറാതെ മറ്റു മനുഷ്യരെ ചൂഷണം ചെയ്യാതെ, ഞാൻ എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ചൂഷണം ഉണ്ടാവാറില്ല, അതേപോലെ തന്നെ ഞാൻ ഒരാളെ ചൂഷകൻ എന്നെ ചൂഷണം ചെയ്യാനും ഞാൻ മറ്റുള്ളവരെ അനുവദിക്കില്ല. അതെല്ലാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമാണ് എന്നെ സഹായിച്ചതെന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന തെറ്റുകളും അതേപോലെ കളവുകളും ഇനി ശരിയാക്കിയിട്ട് എടുക്കണം. അവിടെയാണ് നമ്മുടെ 6ാമത്തെ പടിയിലും അതേപോലെ തന്നെ സൈക്കോളജിയിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ പോലും എൻ്റെ സ്വഭാവ രീതിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ല എന്നാണ്. പക്ഷേ ഇവിടെ പ്രോഗ്രാം നമുക്ക് തരുന്ന വലിയ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ എങ്ങനെയാണ് എൻ്റെ കള്ളവും അതേപോലെ മറ്റുള്ളവരെ വഞ്ചിപ്പിക്കലും എനിക്ക് ഒഴിവാക്കാൻ പറ്റുക? അവിടെ എന്നോട് പറയുന്നുണ്ട്, ഞാന് തുറന്ന മനസ്ഥിതിയോട് കൂടിയിട്ട് ഇവിടേക്ക് നോക്കാനായിട്ട് തയ്യാറാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പോകുന്ന വഴിയിൽ എത്രത്തോളം തങ്ങുന്നു എന്നത് കുഴപ്പമല്ല. ഇപ്പൊ ഈ പറയുന്ന കള്ളം പറച്ചിലുകളും, ഞാൻ അവിടെ നിന്നാണ് എൻ്റെ മാറ്റം ഉണ്ടായത്. എനിക്ക് എളുപ്പമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കൊടുത്ത് 6ാമത്തെ പടിയിലൊക്കെയാണ് അത് കൃത്യമായിട്ട് തിരിച്ചറിയുമ്പോൾ പല സ്വഭാവ ദൂഷ്യങ്ങളും മാറാത്തത്. 6ാമത്തെ പടിയുടെ 68ാമത്തെ പേജിലെ ലേഖനത്തിൽ പറയാവുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും ന്യായീകരണമായിട്ടൊക്കെ പലരും പറയുന്നുണ്ട്, 1ാമത്തെ പടി മാത്രമാണ് പൂർണ്ണമായി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് അതിൽ. പക്ഷെ അതിനോട് തുടർന്ന് എഴുതുന്ന കുറേ കാര്യങ്ങളുണ്ട്. പരിപൂർണമായ ആദർശങ്ങളെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് പറയുന്നത് എന്തറിയോ? ഈ പരിപൂർണത ലക്ഷ്യം വെച്ചുകൊണ്ട് എൻ്റെ പുരോഗതി ഞാൻ വിലയിരുത്തേണ്ടതുണ്ട് എന്ന് പറയുന്നതും അതിന് തൊട്ട് താഴെയുള്ള വരികളാണ്, അളവുകോലുകളാണ്. 6ാം പടി ബുദ്ധിമുട്ടുള്ളതാണെന്ന് പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ്, നിങ്ങൾ അതിനു വേണ്ടി ഒരു പ്രാരംഭം കുറിക്കുക. അങ്ങനെ പ്രാരംഭം കുറിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് എനിക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഉപേക്ഷിക്കാൻ, ഈ കള്ളം പറച്ചിൽ, ഈ ചതിക്കുന്നത്, മറ്റുള്ളവരെ ചതിക്കുക, മറ്റുള്ളവരെ പറ്റിക്കുക, ഇത് ഉപേക്ഷിക്കാൻ, നേരത്തെ പറഞ്ഞ ആ സ്വഭാവ ദൂഷ്യങ്ങൾ, മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകുന്ന കള്ളങ്ങൾ, ഇപ്പം നേരത്തെ ഇവിടെ സുരേഷ് ചേട്ടനൊക്കെ സൂചിപ്പിച്ച ആ ഒരു പൊങ്ങച്ചം പറച്ചിൽ ഒക്കെ മാറ്റണം എന്ന് വിചാരിച്ചാൽ പോലും, നമ്മൾ വിചാരിച്ചാൽ പോലും മാറാത്ത ഒന്നുകൂടിയാണ് ആ പൊങ്ങച്ചം പറച്ചിൽ. അത് ചിലപ്പോൾ നമ്മുടെ സ്വഭാവം ഒരു പരിധി വരെയൊക്കെ മാറ്റാൻ പറ്റും നമുക്ക്. പക്ഷെ എങ്കിലും ഞാനൊക്കെ ഇന്ന് മനസ്സിലാക്കുന്നത്, ഇന്നും എനിക്ക് മാറ്റാൻ പറ്റുന്ന ചില ആളുകളോടൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ അറിയാതെയെങ്കിലും ഈ പൊങ്ങച്ചം പറഞ്ഞു. അത് നമ്മുടെ സ്വഭാവത്തിന്റെ രീതിയാണ്. പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ മാറ്റേണ്ടതാണ് എന്നെയും മറ്റുള്ളവരെയും ബാധിക്കുന്ന ഈ നുണപറച്ചിലുകളാണ്. അപ്പൊ അത് പരിപൂർണതയിലേക്ക് മിഴികൾ ഉയർത്തുക എന്ന അടുത്ത ഖണ്ഡികയിൽ പറയുന്നുണ്ട്. പരിപൂർണതയിലേക്ക് പരിപൂർണമായിട്ട് ശ്രദ്ധിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകുമ്പോഴേ പുരോഗതി ഉണ്ടാവുള്ളൂ. അതല്ല ന്യായീകരിച്ചു കൊണ്ടിരുന്നാൽ ഈ കള്ളം മൂല്യ. അതുകൊണ്ടാണ് നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനങ്ങൾ നമ്മൾ കെട്ടിക്കിടക്കുന്നതിന്റെ കാരണം അതാണെന്ന് ഏടെ പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം നിങ്ങൾ അവിടെ തങ്ങുന്നു എന്ന് പ്രശ്നമല്ല. ഇത് മാറ്റാനുള്ള ശ്രമത്തിനിടയിൽ കുറച്ച് സമയം എടുത്തോട്ടെ, മറ്റു പടികളെല്ലാം കടന്നു പോകുമ്പോഴും നിനക്ക് ഓർമ്മയുണ്ടായാൽ മതി. പക്ഷെ നീ ഇത് പറ്റില്ല എന്ന വർത്താനം പറയും. ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത പോരായ്മകളിലേക്ക് നോക്കുമ്പോൾ
ഒരൊറ്റ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം. ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നുള്ള ഷാഠ്യം പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് പരിപൂർണതയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങേയറ്റം സന്നദ്ധതയോടുകൂടി ഉള്ള പ്രവർത്തനമായിരുന്നു എന്നോട് ഈ കള്ളത്തിന്റെ കാര്യത്തിൽ പ്രോഗ്രാം ആവശ്യപ്പെട്ടത്. അത് 10ാമത്തെ പടിയിലേക്കൊക്കെ എത്തുമ്പോഴും പിന്നീട് പടികളെല്ലാം അല്ലെങ്കിൽ പരിശീലനം കഴിയുക എന്ന് പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസ് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഈ പടികൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാവുന്നതല്ല. ഒരു പരിശീലന കാലഘട്ടം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എനിക്ക് പറഞ്ഞു തരും. അത് പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് കൊണ്ടു നടക്കണം. അപ്പൊ അതിന് ഞാൻ ആദ്യം ചെയ്യത് പരിപൂർണമായിട്ട് ഞാൻ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യുക, പരിപൂർണമായ എൻ്റെ ദുർബലതകൾ സമ്മതിക്കുക. എനിക്ക് കുഴപ്പമുണ്ട്, ഈ കള്ളം പറയുന്ന സ്വഭാവമുണ്ട്. അപ്പൊ ഞാനത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ എനിക്ക് മാറ്റത്തിനായിട്ട് സ്വയം നീതീകരിക്കുന്ന എൻ്റെ സ്വഭാവം എനിക്ക് മാറ്റാൻ പറ്റി. കള്ളം പറയുന്ന ഭാഗത്ത് ഞാൻ എന്നെ വെറുതെ നീതീകരിച്ചുകൊണ്ട് ഈ കള്ളം പറച്ചിലിന് വെറുതെ ന്യായീകരണം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം അത് എന്നെ ദ്രോഹിക്കുന്നതായിട്ട് മാറാറുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കും. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഞാനായി ഡയറക്ടർ ആണെന്നുള്ള തോന്നൽ വരുമ്പോൾ ഞാൻ എന്നെ കൊണ്ടുള്ള ഉപയോഗക്ഷമതയ്ക്ക് പകരം, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനകൾക്കൊക്കെ പകരം ഞാൻ വെറുപ്പിന്റെ വാഹകനായിട്ട് മാറേണ്ടതില്ല. എനിക്കുണ്ടാവുന്ന ഉപദ്രവത്തെക്കാൾ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ഉപദ്രവങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ഉപദ്രവം ഉണ്ടായാലും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടായിക്കൊണ്ട് നമ്മുടെ തൊലി സംരക്ഷിക്കാൻ സാധ്യമല്ല എന്ന് പറയാറുണ്ട്. ഭാര്യമാരോടൊക്കെ ഈ സെക്ഷലി കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന്. അതിപ്പോൾ എല്ലാ കാര്യത്തിലും ബാധകമാണ്. കാരണം നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകേണ്ട ഉപയോഗക്ഷമത എന്നാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഓരോന്നും നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരോടുള്ള പരിഗണന, മറ്റുള്ളവരോടുള്ള കരുണ, മറ്റുള്ളവരോടുള്ള അലിവ്, ഇതാണ് പ്രോഗ്രാം പഠിപ്പിക്കുന്നത്. അപ്പോഴേ നമുക്ക് ആർക്കും സാധിക്കുള്ളൂ. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ എന്നെ വഞ്ചിക്കുന്ന പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് പറഞ്ഞത്. നമ്മുടെ ന്യായീകരണം ചമയ്ക്കുന്ന സ്വഭാവം അത് മാറ്റാനുള്ള തയ്യാറായപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ നേരത്തെ പറഞ്ഞ സ്പോൺസറോടൊക്കെ തുറന്നു പറയാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ഇതുവരെ ഉണ്ടായിരുന്ന കുഴപ്പങ്ങളെക്കുറിച്ച്. അപ്പോൾ പരിഹാരത്തിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് നേരിട്ടിട്ടൊന്നും അത്തരം കാര്യങ്ങളിലൊന്നും പരിഹാരം ചെയ്യാനായിട്ട് സാധ്യമല്ല. പക്ഷെ അവിടങ്ങളിലൊക്കെ തന്നെ ഞാനിത് ഒരാളോട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ മീറ്റിങ്ങിൽ പൂർണ്ണമായി പറയാൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളുണ്ട്. അതുപോലും തുറന്നു പറയാൻ തയ്യാറായി. അതാണ്, വേറെ വഴിയൊന്നുമില്ല. കാരണം പ്രോഗ്രാം അറിയുന്ന ആളുമായിട്ട് എൻ്റെ കുഴപ്പം, സ്വഭാവത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, എവിടെയാണ് ഞാൻ ഈ കള്ളം പറയുന്നത്, ഈ കള്ളം പറച്ചുന്ന സ്വഭാവങ്ങൾ എന്നെ എവിടെ കുഴപ്പത്തിലാക്കുന്നത്, എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവർക്ക് കുഴപ്പമുണ്ടാക്കുന്നത്, ഞാൻ അവിടങ്ങളിലൊക്കെ എന്താ ചെയ്യേണ്ടത്. നല്ല സന്നദ്ധത ആവശ്യമുണ്ട്. കാരണം സ്വഭാവത്തിലെ രീതിയായിട്ട് മാറിയ, നമ്മൾ പറയില്ലേ പരദൂഷണത്തിന്റെ കാര്യം പറഞ്ഞ പോലെ, നമുക്ക് എളുപ്പമൊന്നുമല്ല. അതിനെയാണ് നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കള്ളം പറയുന്ന കാര്യങ്ങളോട് എന്നോട് പറഞ്ഞു, ഈ കള്ളം പറയാൻ തോന്നുമ്പോൾ ആ സംഭവത്തെ നിരീക്ഷിക്കാൻ പറഞ്ഞു. ആ കാര്യങ്ങൾ എൻ്റെ സ്പോൺസർ പറഞ്ഞത് വേറെ ആരോടും പറയരുത്. നിനക്ക് തോന്നുമ്പോൾ, നിനക്ക് ഒന്നുമില്ലെങ്കിൽ നിനക്ക് എന്നോട് പറയാൻ മടിയില്ലെങ്കിൽ എൻ്റെ മെസ്സഞ്ചറിലേക്ക് ഇടാം, അതല്ലെങ്കിൽ നിനക്ക് നിന്റെ തന്നെ മെസ്സേജിലേക്ക് ഈ കാര്യങ്ങൾ ഇടാം, എന്നിട്ട് നിനക്ക് കേൾക്കാം, വീണ്ടും കേൾക്കുക. എത്രത്തോളം ഈ രീതിയിലാണ് നീ ഒരാളെ കുറിച്ച് പറയാൻ പോകുന്നത്. ഇത്തരം മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഈ രീതിയിൽ പരിശീലിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന വലിയ രീതിയിൽ മറ്റുള്ളവരെ ബാധിക്കുന്ന കള്ളങ്ങൾ പറയേണ്ടി വന്നില്ല എന്നുള്ളതാണ്. പതുക്കെയാണ് മാറിയത്, ഒരു സുപ്രഭാതത്തിൽ മാറിയില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ രീതിയിൽ സ്വഭാവത്തിൽ ആ പറച്ചിലുകളും അതേപോലെ വിവേകപൂർവമായിട്ട് പലപ്പോഴും ഈ വേറൊരു തെറ്റിദ്ധാരണയും കൂടി ഞാൻ ഇവിടെ തിരുത്തേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു കഥയിൽ പറയാറുണ്ട്, രാജാവ് നഗ്നനാണ് എന്ന് ഒരു കുട്ടി വിളിച്ചു പറഞ്ഞൊരു കഥ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഈ കുട്ടിയുടെ നിഷ്കളങ്കത അല്ലെങ്കിൽ കുട്ടിയുടെ അറിവ്, ഇതിനെക്കുറിച്ചൊക്കെ പല രീതിയിൽ ആൾക്കാർ പറയും. യഥാർത്ഥത്തിൽ കുട്ടിക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് രാജാവ് നഗ്നനാണ് എന്ന് ആ കുട്ടി പറഞ്ഞത്. നമ്മൾ വിവേകപൂർവമാണ് നമ്മളോട് പറയുന്നത്. ഈ കള്ളത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമൊക്കെ യുധിഷ്ഠിരന്റെ കഥയിലൊക്കെ പുരാണങ്ങളിലൊക്കെ പറയാറുണ്ട്. അശ്വത്ഥ എന്ന ആന മരിച്ചു എന്ന് പറയുന്ന പോലെ. കാരണം വിവേകമില്ലാതെ സത്യസന്ധത, പ്രത്യേകിച്ച് 9ാമത്തെ പടിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ ആ മറ്റു മനുഷ്യർ, അവിടെ നിൽക്കുന്ന പ്രജാവാസികൾ രാജാവ് നഗ്നനാണ് എന്ന് പറയാത്തതിന്റെ കാരണം രാജാവ് തങ്ങളെ കൊല്ലും,
നമ്മുടെ ഇൻസിസ്റ്റ് എന്താണ്? നമ്മൾ ജീവിക്കുക എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു കച്ചറ ഉണ്ടാകുമ്പോൾ, പ്രായമാവുമ്പോൾ നമ്മൾ അവിടെ അടിക്കാൻ പോകാതെ മാറി നിൽക്കുന്നതിന്റെ പക്വതയുടെ അളവാന്ന് പറയാറുണ്ട്. നമ്മുടെ കച്ചറ ഉണ്ടാക്കാൻ പോകുമ്പോൾ എന്താണ്? നമ്മുടെ പക്വത കുറവും. നേരെ മറിച്ച് നമ്മൾ ഒഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ പക്വതയായിട്ട് മാറാറുണ്ട്. അപ്പൊ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയുന്നത് വലിയ അറിവല്ല എന്നും, മറിച്ച് അത് നമ്മുടെ ഇൻസിസ്റ്റിന്റെ നേരെ എതിരെയാണ്. എന്നാലോ എതിർക്കപ്പെടേണ്ട അല്ലെങ്കിൽ പറയേണ്ട സമയങ്ങളിൽ, പറയേണ്ട സന്ദർഭങ്ങളിൽ കൃത്യമായി പറയേണ്ടതാണ് സത്യം എന്ന് പറയുന്നത്. അതല്ലാതെ ഈ സത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സത്യസന്ധതയുടെ പ്രോഗ്രാമിലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരിപൂർണമായിട്ട്, അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് ചോദിച്ചാൽ അയാൾ ഇന്നലെ എങ്ങനെ പറഞ്ഞേട്ടോ എന്ന് നേരിട്ട് പരദൂഷണം പറയുന്നത് സത്യസന്ധതയല്ല, അത് പരദൂഷണാണ്. അതും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമാണ് എന്നെ ബോധ്യപ്പെടുത്തിയത്. ഒരാൾ ചോദിക്കുകയാണ്, ഇന്നലെ എങ്ങനെ കേട്ടോ നിങ്ങളെ കുറിച്ച് പറഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ പറയും നമ്മൾ സത്യസന്ധതയെ ചെയ്യുള്ളൂ എന്ന്. അത് സത്യസന്ധതയല്ല, അത് നമ്മുടെ ഉള്ളിലെ വേറെ അപാകതയാണ്. അപ്പൊ പറഞ്ഞു, ഈ കുഴപ്പം, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കുഴപ്പം എനിക്കുണ്ട് എന്ന ബോധ്യം, അതിനെ ഇനി ഞാൻ എങ്ങനെ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ എൻ്റെ ഉള്ളിൽ തന്നെ അടക്കേണ്ടതുണ്ട്, ഞാൻ എങ്ങനെ മാറ്റും? നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളിലൂടെ, ആ തുറന്നു പറച്ചിലുകളിലൂടെ എപ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്, എപ്പോഴൊക്കെ ആദ്യം ആ 4ാമത്തെ പടിയിലേക്ക് പോകാറുണ്ട്. എപ്പോഴും ഞാൻ ആ ദേഷ്യം മാറ്റും. ഏറ്റവും പ്രധാനം മറ്റുള്ള ആ കാര്യങ്ങളുടെ വിഷയത്തെക്കുറിച്ചാണ്. ഇതിന് കാരണമായ വിഷയം എന്താണ്? എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ എനിക്ക് കടന്നു വരുന്നത്? എവിടെയാണ് ഞാനിത് പറയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇതിന്റെ അടുത്ത ഫലം എന്തായിരിക്കും? ഈ കള്ളം ഞാൻ പ്രചരിപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഈ താൽക്കാലിക വളഞ്ഞ വഴിയിലൂടെയുള്ള സുഖമാണോ, അതോ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ കിട്ടുന്ന ബിസിന്റെ പ്രോഗ്രാം എന്നോട് വെക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും നീണ്ടു നിൽക്കുന്ന, ഒരു കാരണവശാലും പെട്ടെന്നുണ്ടാകുന്ന സന്തോഷങ്ങളുടെ പിറകെ പോയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഗതി ഉണ്ടായത് എന്നുണ്ടെങ്കിൽ, നീണ്ടു നിൽക്കുന്ന ആ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടാകും. ആ പ്രവൃത്തിയോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ 9ാമത്തെ പടിയൊക്കെ പറയുന്ന പോലെ പരിപൂർണമായി വിവേകത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഇടപെടേണ്ടതെന്ന് പ്രോഗ്രാം പഠിപ്പിച്ചു. എവിടെ, എങ്ങനെ, ഏത് രീതിയിൽ സംസാരിക്കണം എന്നാണ്. ഏതെങ്കിലും വായിൽ തോന്നിയത് എവിടെയെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിനെ സത്യസന്ധത എന്ന പേരിട്ട് പറയലല്ല. ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ എന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ പല ഭാഗങ്ങളിലും എനിക്ക് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ്, ഇപ്പൊ പരിപൂർണമായിട്ട് ഈ സത്യസന്ധതയുടെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ പരിപൂർണ സത്യസന്ധനാണോ എന്നൊക്കെ എന്നോട് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും എൻ്റെ ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എൻ്റെ മുതലാളി വിളിക്കുമ്പോൾ എനിക്കിപ്പോൾ മീറ്റിങ്ങിലാണ് എന്ന് നേരിട്ട് പറയാൻ പറ്റില്ല. അവിടെ പ്രോഗ്രാമിൽ നിൽക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ന്യായീകരണമായിട്ടല്ല, മറിച്ച് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നും അത്തരം കാര്യങ്ങളിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത സന്ദർഭങ്ങളിൽ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ എങ്ങനെ സംസാരിക്കണം, ആ വിവേകമാണ് എന്നെ നയിക്കുന്നത് എന്നുള്ളതാണ്. അതല്ലാതെ പരിപൂർണ സത്യസന്ധതയായിട്ട് ഈ ലോകത്തിലെ, കാരണം മറ്റു മനുഷ്യരാരും മാറിയിട്ടുള്ളവരോ ഈ ലോകവും നമ്മൾ വിചാരിച്ച പോലെയല്ല. അപ്പൊ ആ ലോകത്തില് ഞാൻ എന്നെ കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകേണ്ട പ്രയോജനക്ഷമത, ഇതായിരുന്നു അറിയുന്ന മുദ്രാവാക്യം. അതിനു പകരം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കള്ളങ്ങൾ, അവരെ ബാധിക്കുന്ന കള്ളങ്ങൾ പറയാതിരിക്കുക, പരിപൂർണമായിട്ട് സത്യസന്ധമായിട്ട്. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്, ഞാനത് ആലോചിച്ച് വെക്കേണ്ട കാര്യമില്ല. വീണ്ടും കള്ളങ്ങൾ അതിന്റെ കൂട്ട ഉണ്ടാക്കിയിട്ട് വീണ്ടും ആ കള്ളം പറഞ്ഞ് എനിക്ക് ഓർത്തു വെക്കണം എന്ത് കള്ളമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ കള്ളം ശരിയാക്കാൻ എപ്പോഴും ആ തലയിൽ വലിയ ഭാരമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഇതിങ്ങനെ സൂക്ഷിക്കി വെക്കുക എന്ന് പറയുന്ന എനർജി തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ്. നേരെ മറിച്ച് ഞാൻ സത്യത്തിലാണ് പോകുന്നത്, എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഭാര്യയോട് പറയാം, ഇന്ന സ്ഥലത്താണ്, ഞാൻ ഇന്ന രീതിയിലാണ് പോയിട്ടുള്ളത്, ഇപ്പൊ വരാൻ പറ്റില്ല. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയില്ലേ, എല്ലാം ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ചുരുക്കി. അവിടെയാണ് പറയുന്നത് സത്യസന്ധത എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് വിട്ട് ആ കാര്യം പറഞ്ഞാൽ മതി, എന്നാൽ ശരി ടൈം വിളിക്കാം, കുറച്ച് പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞ് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതെന്താവും? അത് പലപ്പോഴും ഉപകാരത്തെക്കാൾ ഉപദ്രവം. അപ്പൊ സത്യസന്ധത എങ്ങനെ പ്രയോഗിക്കണം, ആ സത്യസന്ധത എവിടെയായിരിക്കണം, അത് ആരെയാണ് ബാധിക്കുന്നത്? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിൽ ബില്ല് പറയുന്ന പോലെ ആ പ്രോഗ്രാമിലേക്ക് കടന്നു വരുമ്പോൾ എന്നും ഞാൻ എടുക്കുന്നത്, എന്തിനാണ് പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം 13ാമത്തെ പേജിൽ ബില്ലിനുണ്ടായ മാറ്റത്തിൽ ബില്ല് പറയുന്ന ആ കാര്യം തന്നെയാണ്. എന്നെ കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകേണ്ട പ്രയോജനക്ഷമത, അതിനു വേണ്ടി ഞാൻ എങ്ങനെ എന്നെ പരുവപ്പെടുത്തിയെടുക്കണം എന്നാണ്. ഇനി ഒരു ഉപകാരവും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഒരു കാരണവശാലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനായിട്ട്, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നവനായിട്ട് ഞാൻ മാറരുത് എന്നുള്ളതാണ്. അതാണ് പ്രോഗ്രാം പറയുന്നത്. മറ്റുള്ളവരുടെ ക്ഷേമത്തിന്റെ ഉത്തരവാദിത്വം അത് തീർച്ചയായിട്ടും എൻ്റെ കയ്യിലാണ്. എൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ
മറ്റുള്ളവർക്ക് ഉപദ്രവകരമായി വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ മാറി നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സത്യസന്ധതയെ അതിനായി തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് വിവേകപൂർവ്വം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം നിർദ്ദേശിക്കുന്ന രീതിയിലേക്ക് പോകാൻ ഓരോ ദിവസവും, ഇന്നത്തെ ഒരു ദിവസം എന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങളോട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ സാധിച്ചല്ല